കർത്താവിന്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ടത് ഉത്തമഗീതം 7-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംശയം പോലെ നമുക്ക് 6-ാം അധ്യായത്തിൽ തോന്നിയായിരുന്നു. ഞാൻ ആ ഭാഗം വീണ്ടും പോയിരുന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്ക് അവിടെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. 6-ാം അധ്യായത്തിന്റെ 8-9 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾ കോമനയുമാകുന്നു. കന്യകമാരും അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ ഭാഗം നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ആ സംശയം ഒന്ന് ദൂരീകരിച്ച് മുന്നോട്ട് കടന്നുപോകാം. നമ്മൾ ഓർത്തു, ആത്മീയ നിലവാരത്തിൽ അല്ലെങ്കിൽ ദൈവസഭയിൽ വ്യത്യസ്ത ആത്മീയ നിലവാരമുള്ളവരുണ്ട്. കർത്താവിനെ കാണുവാനായിട്ട് സ്വർഗത്തിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെടുമ്പോഴും പ്രതിഫലത്തോടുള്ള ബന്ധത്തിലും വ്യത്യസ്തരുണ്ട്. നമ്മൾ നേരത്തെ ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. സ്വർഗത്തിൽ വലിയവരുണ്ട്, ചെറിയവരുണ്ട്, സ്വർഗത്തിൽ ഏറ്റവും വലിയവരുണ്ട്. ഈ വിശ്വാസ ജീവിതത്തിന്റെ സമർപ്പണവും കർത്താവിനോടുള്ള സ്നേഹമൊക്കെ ഭാവിയിൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. നമുക്ക് ആത്മീക ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവജനം എല്ലാവരും അവന്റെ മക്കളാണെങ്കിലും എല്ലാവരുടെയും സമർപ്പണവും സ്നേഹവും കർത്താവിനോടുള്ളത് ഒരുപോലെയല്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. 1 യോഹന്നാൻ 2:12 തൊട്ടുള്ള വാക്യത്തില് യോഹന്നാൻ പറഞ്ഞ നമ്മൾ ഓർത്തു, പിതാക്കന്മാര്, ബാല്യക്കാര്, കുഞ്ഞുങ്ങള്. ആത്മീക നിലവാരത്തിന്റെ വ്യത്യസ്ത തോതുകളാണ്. പിതാക്കന്മാരായവരുണ്ട്, ബാല്യക്കാരായവരുണ്ട്, കുഞ്ഞുങ്ങളായവരുണ്ട്. അതുപോലെ തന്നെ ആത്മീക വിശ്വാസ ജീവിതത്തില് രാജ്ഞികളും വെപ്പാട്ടികളും അനവധി കന്യകമാരുമുണ്ട്. ഒരു രാജാവിനുള്ള ബന്ധത്തിൽ അവരുടെ ബന്ധത്തെയാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. ഒരു ആത്മീക പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു രാജാവുമായിട്ട് അവർക്കുള്ള ബന്ധം വ്യത്യസ്ത അളവിലാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. രാജ്ഞി രാജാവിനോട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെയല്ല ഒരു വെപ്പാട്ടി ബന്ധപ്പെട്ടിരിക്കുന്ന കൺകുബിൻ. അവൾ രാജാവിനോട് ഭാര്യയെപ്പോലെ ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിലും നിയമപരമായിട്ട് മാത്രമേ ബന്ധപ്പെട്ടിരിക്കുന്നുള്ളൂ. എന്നാൽ അനവധി കന്യകമാർ എന്ന് പറഞ്ഞാൽ അവർ നിർമ്മല കന്യകളായി തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുവെന്നാലും ഒരു ബ്രൈഡൽ ലവ്, ഒരു ഭാര്യയുടെ പദവിയിലേക്ക്, ഒരു കാന്തയുടെ പദവിയിലേക്ക് അവൾ ഉയരാത്തോളാണെന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ ദൈവദാസന്മാർ ചൂണ്ടിക്കാണിച്ച ഈ ചിന്തകൾ നമ്മൾ പഠിച്ചു. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിച്ചു, ഈ വിധത്തിൽ വിശ്വാസ ജീവിതത്തിൽ കർത്താവിനോട് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കാട്ടിൽ ഒരു അഭേദ്യമായ ബന്ധത്തിൽ ജീവിക്കുന്ന ഒരുവളുണ്ട്. അവളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതെന്നാണ്. ഇങ്ങനെ ഉണ്ടെങ്കിലും 8-ാം വാക്യം നോക്കുക, അസംഖ്യം കന്യകമാരും ഉണ്ടെങ്കിലും എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കമായുള്ളോ ഒരുത്തി മാത്രം. ഓക്കെ, ബട്ട് വൺ എന്നാണ്. ബട്ട് വൺ, അവര് ഒന്നാണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓർത്തു. എന്നാൽ അതിന് വേറെ ഒരു ആശയമുണ്ടെന്ന് കാണിക്കുന്നു. ബട്ട് വൺ എന്നുള്ളത് യൂണിക്. അവൾ അങ്ങനെ ഒരുത്തി മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഷീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഈ രാജ്ഞികളെക്കാട്ടിലും വെപ്പാട്ടികളെക്കാട്ടിലും അനവധി കന്യകമാരെക്കാട്ടിലും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവളുടെ സമർപ്പണം, അവളുടെ സ്നേഹം മറ്റവരിൽ നിന്നും കുറച്ചുകൂടെ ഉന്നതമായ നിലവാരത്തിലാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന കാന്ത. നമ്മൾ ഓർത്തു, വ്യക്തിപരമായ ജീവിതമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, സഭാജീവിതമല്ല. എന്നാൽ അവരെ മൊത്തത്തിൽ അവൾ ഒന്നാണെന്ന് പറയുമ്പോൾ സഭ ഒന്നാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിലൂടെ എടുത്തു കാണിക്കുന്നു. ഈ വിധത്തിൽ കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യത്യസ്ത ആത്മീയ നിലവാരമുണ്ടെങ്കിലും ഈ പ്രിയയെ പോലെ, ഈ കാന്തയെ പോലെ അവനോട് സ്നേഹവും സമർപ്പണമുള്ളവർ ഇല്ലേ. അവള് യൂണിക്കാണ്, ബട്ട് ഷീ ഈസ് വൺ. അവളൊരു പ്രത്യേക ഒരു ബന്ധമാണ് എന്നെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ. അത് പറയുമ്പോഴാണ് എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയും എന്നവളെ വിളിക്കുന്നത്. എന്റെ പ്രാവ് എന്നുള്ളത് സിംഗിൾനെസ് ഓഫ് ഹെർ ഹൈ. പ്രാവ് ഒരു സമയം ഒരു വസ്തുവെ കാണുന്നുള്ളൂ. അവളുടെ ശ്രദ്ധ മുഴുവൻ പ്രിയനാണ്. അവളുടെ കണ്ണുകൾ അവനിൽ പതിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഷീസ് അൺഡിഫൈൽഡ് എന്ന് പറഞ്ഞാൽ അവൾ സമ്പൂർണമായി വേർപെട്ടുമിരിക്കുന്നു. ഇവളെ കണ്ടിട്ടാണ് മറ്റുള്ളവരെല്ലാം ഇന്ന് കർത്താവിനോട് ഈ വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ട് അന്ന് എല്ലാവരും വാഴ്ത്തുമെന്നാണ് പറയുന്നത്. അവർ ഭാഗ്യവതി എന്ന് പറയും. ഇന്ന് ആ ഭാഗ്യം മനുഷ്യന് മനസ്സിലാകുന്നില്ലേ? യേശുക്രിസ്തുവിനോട് അഭേദ്യമായ ബന്ധത്തിൽ വാസ്തവത്തിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ മഹത്വം ഇന്ന് ആളുകൾക്കറിയില്ല. പക്ഷെ അന്ന് ഇവരെല്ലാവരും വാഴ്ത്തും. കർത്താവിന്റെ ജനങ്ങൾ തന്നെ ഏതെല്ലാം അളവിൽ അവരുടെ ആത്മീയ നിലവാരം ഉണ്ടെങ്കിലും ഇന്ന് കർത്താവിന് വേണ്ടി ആ വിധത്തിൽ സമർപ്പിക്കപ്പെട്ടവര് ഭാഗ്യവതികളാണ് എന്നുള്ളത് അന്ന് മനസ്സിലാകും. അതാണ് ഒരു ചെറിയ ഡൗട്ട് പോലെ ഉണ്ടായിരുന്നത്. അത് ക്ലാരിഫൈ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് തോന്നില്ലേ? യെസ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 7-ാം അധ്യായമാണ്. അതിന്റെ 1-ാം വാക്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ഫോളോ ചെയ്യുന്നവർക്ക്
ഈ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 6:13. 6:13 7:1 ആയിട്ട് നമ്മുടെ മലയാളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 6ന്റെ അവസാനത്തെ വാക്യം എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. അതുകൂടി ചേർത്ത് നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മള് 12-ാം വാക്യത്തിൽ എന്താ പഠിച്ചത്? എന്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എന്റെ പ്രഭുജനത്തിന്റെ രഥത്തിന്റെ ഇടയിലെത്തി. Before I was even aware, my soul had made me as a chariot of my noble people. Before I was aware, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, a sudden quickening of a desire was in her heart. അവളുടെ ഹൃദയത്തിൽ അവൾ അറിയാതെ തന്നെ അവളുടെ പ്രിയനെ കുറിച്ച് വർണ്ണിച്ചപ്പോൾ, അവളുടെ പ്രിയനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, നമ്മൾ അതാണ് ചിന്തിച്ചത്. ആത്മീയ വളർച്ചയുള്ള ബന്ധത്തിൽ അവളുടെ ആത്മാവിലൊരു എക്സസൈസ് ഉണ്ടായി. ഇറ്റ് വാസ് ക്വിക്കൻഡ്, സ്പിരിച്വലി ഇറ്റ് വാസ് ക്വിക്കൻ. ആത്മീകമായി അവളുടെ അന്തരാത്മാവിൽ ഒരു രഥത്തിന്റെ, പ്രഭുജനത്തിന്റെ രഥത്തിന്റെ ഇടയിൽ ഓടുന്നത് പോലെ ഒരു അനുഭവം. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പഠിച്ചു. നിന്റെ പിന്നാലെ എന്നെ വലിക്കണം, ഡ്രോ മീ ആഫ്റ്റർ ദീ. 1-ാം അധ്യായത്തിൽ നമ്മളത് പഠിച്ചു, അതുകൊണ്ട് എടുക്കുന്നില്ലേ. അത് കർത്താവിനോട് അടുക്കുന്ന വസ്തുതയാണ്. അവൾ കർത്താവിനോട് കുറച്ചുകൂടെ അടുക്കുന്നു, ആത്മീകമായി വളരുന്നു. വളരുമ്പോൾ എന്താ പറയുന്നത്? ആ മലയാളത്തിൽ 7:1 മടങ്ങി വരിക, ശൂന്യംകാരത്തി മടങ്ങി വരിക, ഞങ്ങൾ തന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ, മടങ്ങി വരിക. യെസ്, 13-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ റിട്ടേൺ റിട്ടേൺ ഓ ശൂലമൈറ്റ്, റിട്ടേൺ ദാറ്റ് വി മേ ലുക്ക് അപ്പോൺ യു. അടുത്ത ഭാഗം കൂടെ നോക്കിയാട്ടെ. നിങ്ങൾ മഹനയീമിലെ നൃത്തത്തെ പോലെ ശൂന്യംകാരത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിലെ മഹനയീം എന്നില്ല. വാട്ട് വുഡ് യു സീ ഇൻ ദ ശൂലമൈറ്റ് ആസ് ഇറ്റ് വർ ദ ഡാൻസ് ഓഫ് 2 camps. പക്ഷേ ആ 2 camps എന്നുള്ളത് ഹെബ്രായ പദത്തിൽ മഹനയീം എന്നാണ്. മലയാള ഭാഷാന്തരം കറക്റ്റാണ്. അത് ഇംഗ്ലീഷിൽ 2 camps എന്ന് വന്നു. 2 camps എന്നുള്ളത് ശരിക്ക് മഹനയീം, അത് ഹെബ്രായ ഭാഷയിൽ ഭാഷാന്തരം ചെയ്ത മഹനയീം എന്ന് പറയുന്ന പദമാണ്. നമുക്കിവിടെ നിന്ന് എടുത്തു നോക്കാം. ഈ ഭാഗം ഉത്തമഗീതത്തിൽ നമ്മൾ വ്യത്യസ്തമായൊരു ഭാഗമാണ്. ഇപ്പോൾ അവൾ ആത്മീകമായി വളർന്നു കഴിഞ്ഞു, അവനോട് ഏകീഭവിച്ചു കഴിഞ്ഞു. അവളുടെ ആത്മാവിൽ പുതുജീവൻ സംഭവിച്ച് പ്രഭുരഥത്തിന്റെ ആ ഇടയിൽ ഓടുന്നത് പോലെ അവനോട് അടുക്കുകയാണ്. അവൾ വളരുകയാണ്. അവൾ അവന്റെ പിന്നാലെ പോവുകയാണ്. ഒരിക്കൽ ഇറങ്ങിച്ചെല്ലുവാൻ അവൾ മടിച്ചു. എന്നാൽ ഇനിയുള്ള ഭാഗം നോക്കുക. ഇവിടെയാണ് ഈ വാക്യത്തിൽ ആദ്യമായി ഈ കാന്തയെ ശൂനമി, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ശൂലേങ്കാരത്തെ എന്ന് വിളിച്ചിരിക്കുന്നത്. 1:1 തൊട്ട് ശ്രദ്ധിച്ചപ്പോൾ അവളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അവളുടെ പേര് ആദ്യമായിട്ട് പറഞ്ഞത്, ശൂലേംകാരത്തി. ഈ വാക്ക് ശൂലമൈറ്റ് എന്നീ വാക്ക് പറയാൻ ഇവിടെ വളരെ പ്രാധാന്യതയുണ്ട്. എന്താണെന്നറിയാമോ? സോളമൻ എന്ന വാക്കിന്റെ ഫെമിനിൻ പദമാണ് ശൂലമൈറ്റ്. ശലോമോൻ എന്ന വാക്കിന്റെ ഫെമിനിൻ പദമാണ് ശൂലമൈറ്റ്. സോളമൻ, ശൂലമൈറ്റ്. നമുക്കറിയാം, മാൻ, വുമൻ, നരൻ, നാരി. മാൻ, വുമൻ. വുമൻ എന്ന് പറഞ്ഞാൽ വൂംബ് മാൻ എന്നാ അതിന്റെ ശരിയായിട്ടുള്ളൊരു പദമെന്നാ പറയുന്നത്, വൂംബ് മാൻ. നോക്കുക, ഇവിടെ നമ്മൾ നോർത്താൽ എന്തുകൊണ്ടാണ് ഇവിടെ അവിടെ പേര് പറയാൻ കാരണം? ഇതുവരെ പേര് പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോൾ അവിടെ പേര് പറഞ്ഞു. നമുക്കറിയാം, ശൂലമൈറ്റ്, ശലോമോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പേഴ്സൺ ഓഫ് പീസ്, സമാധാനത്തിന്റെ വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. അവളിപ്പോൾ ഷീ ബിക്കെയിം കംപ്ലീറ്റ്ലി ഐഡന്റിഫൈഡ് വിത്ത് ഹിം. അവനോടൊത്ത് അവൾ ഏകീഭവിച്ചു കഴിഞ്ഞു. റോമലേഖനം 6-ാം അധ്യായത്തിലൊക്കെ വളരെ ദീർഘമായ പഠനമുണ്ട്. അവന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചെങ്കിൽ, എല്ലാ വിശുദ്ധന്മാർക്കും ഉള്ളതല്ലത്. നമ്മളെല്ലാം കർത്താവിനോടുകൂടെ മരിച്ചു എന്നുള്ള വസ്തുതയാണെങ്കിലും അവനോട് നാം അവന്റെ മരണത്തോട് ഏകീഭവിച്ചു എങ്കിൽ, ദാറ്റ്സ് എ ഫാക്ട്. ഇഫ് വി ഹാവ് ഐഡന്റിഫൈഡ് വിത്ത് ഹിം ഇൻ ഹിസ് ഡെത്ത്, അവന്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചെങ്കിലേ ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. ഇവിടെ അവളിൽ അത് സംഭവിച്ചതുകൊണ്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവ് അവളുടെ പേരെടുത്ത് ഇവിടെ പറഞ്ഞത്. ഇവളുടെ സൗന്ദര്യം ദർശിപ്പാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയുകയാണ്. എന്നാൽ ഇവിടെ ആ 2ാമത്തെ ഭാഗമാണ് ശ്രദ്ധേയമായൊരു കാര്യം. നിങ്ങൾ മഹനയീമിലെ നൃത്തത്തെ പോലെ ശൂലേംകാരത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. യെസ്, വാട്ട് വുഡ് യു സീ ഇൻ ശൂലമൈറ്റ്? നിങ്ങൾ ഈ ശൂലമിയിൽ എന്താണ് കാണാൻ പോകുന്നത്? ആസ് ഇറ്റ് വർ ദ ഡാൻസ് ഓഫ് 2 camps ഓർ കമ്പനീസ്. അതിന്റെ അർത്ഥം 2 സൈന്യത്തിന്റെ നൃത്തത്തെ കാണുന്നത് പോലെ നിങ്ങൾ എന്തിനാണ് ഇവിടെ കാണുന്നത്? ഇവിടെ ഇത് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പഠനം നടത്താൻ സാധിക്കും. ഇവളുടെ നൃത്തത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് വിജയത്തിന്റെ നൃത്തമാണ്, 2 കൂട്ടരുടെ നൃത്തമാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു പദപ്രയോഗമാണ്. നമ്മൾ നോക്കുക, മഹനയീം, ഈ പദം എവിടെയാണ് വന്നിരിക്കുന്നത് ബൈബിളിലെ? ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 1-2 വാക്യത്തിലാണ്.
ഉൽപ്പത്തി 32 1-2 വാക്യം. അവിടെയാണ് ആ വാക്ക് നമ്മൾ കാണുന്നത്, മഹനയും. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. വളരെ നാള് യാക്കോബ് ഏശാവിനെ ഭയന്ന് ലാബാന്റെ ഭവനത്തിൽ പാർക്കുകയായിരുന്നു. തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോവാൻ തീരുമാനിക്കുകയാണ്. ഏശാവ് മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു എന്നറിയാം. യാക്കോബിനുള്ള വൈരാഗ്യവും ഏശാവിനറിയാം. ഏശാവ് വളരെ ഭയന്നു. യാക്കോബ് എന്ത് ചെയ്യും, തന്നെ കൊന്നുകളയുമോ എന്ന് ഭയന്നു. നമുക്ക് അന്ന് രാത്രിയില് ദൈവത്തിന്റെ ദൂതൻ അവന്റെ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടു. അവനോട് മൽപ്പിടുത്തം നടത്തി. അവന്റെ തുടയുടെ എല്ല് തൊട്ടു. നമുക്ക് അവിടെ വെച്ച് ദൈവത്തിന്റെ ദൂതനെ കണ്ടു. ആ സ്ഥലത്തിന്റെ പേരാണ് മഹനീം എന്ന് പറഞ്ഞ 2 സൈന്യം. മഹനീം 2 സൈന്യം. യാക്കോബിന് മനസ്സിലായി ദൈവത്തിന്റെ സൈന്യമുള്ള ഇടമാണ്. എന്നാൽ അതിന്റെ ശേഷമുള്ള ചിത്രം നമ്മൾ നോക്കണം. അതിന്റെ ശേഷം നമ്മൾ വായിച്ചാല് അതിന്റെ 7-ാം വാക്യവും 10-ാം വാക്യവും ഒന്ന് വായിച്ചേ. കണ്ടോ, 2 കൂട്ടമായി തീർന്നു. മഹനീം എന്ന് പറഞ്ഞ 2 കൂട്ടമെന്നാണ്, 2 സൈന്യം. യാക്കോബ് 2 സൈന്യം, ഈ 2 സൈന്യത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഏശാവിനെ ഭയന്നിട്ട് ദൂതനോട് കടന്നു വന്നു. ഒരു പക്ഷെങ്കിൽ 2 ദൂതന്മാരുടെ സേന കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്ഥലം മഹനീം എന്ന് പറഞ്ഞു. ഏതായാലും യാക്കോബ് ഒരു തന്ത്രം പുടഞ്ഞു. താൻ ഏറ്റവും സ്നേഹിച്ച ഭാര്യയും മക്കളെയും പുറകെ നിർത്തി. താൻ അത്രയും സ്നേഹിക്കാത്ത ലേയും മറ്റും മുന്നേ നിർത്തി. തന്റെ കൂടെയുള്ള ജനത്തെ, തന്റെ കൂടെയുള്ള ആരാണ്, സൈന്യമില്ലേ, തന്റെ 2 ഭാര്യമാരും തന്റെ വെപ്പാട്ടികളും തന്റെ കുഞ്ഞുങ്ങളും കുറച്ച് ദാസന്മാരുമായിട്ട് വന്നിരിക്കുകയാണ്. താന് ഇവരെ 2ആയിട്ട് വേർതിരിച്ചിട്ട് മുന്നിൽ പറഞ്ഞയക്കുകയാണ്. ആദ്യം ദാസന്മാരെ, പിന്നീട് ലേയെ പറഞ്ഞയക്കുന്നു. ലേയുടെ കൂടെ കുറെ കുട്ടികളെ, ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് അവസാനമാണ് തന്റെ ഏറ്റവും സ്നേഹിക്കുന്നവരെ പുറകെ നിർത്തി മുന്നോട്ട് പോവുക. 2 സൈന്യമാക്കി. എന്തിനാണെന്നറിയാമോ? യെസ്, ഏശാവിനെയും വന്ന് അവരെയൊക്കെ കൊന്നാലും ഇവരെയും കൊണ്ട് ഓടിപ്പോകാനുള്ള ഒരു പദ്ധതിയാണ്. പക്ഷെങ്കിൽ അവിടെ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം. ഇവിടെ യാക്കോബിന് ജയിക്കുവാനായിട്ട് സാധിച്ചു. യാക്കോബ് ജയിച്ചത് എങ്ങനെയാണ്? അവന്റെ ബലഹീനത കൊണ്ടാ. നോക്കാം, ഈ 2 കൂട്ടമെന്ന് പറയുമ്പോൾ 2 സൈന്യമാണ്. എന്താ ഇതിന്റെ സൈന്യം? ഈ സൈന്യത്തിൽ ആരാണ് ബലമുള്ളത്? കുറച്ച് സ്ത്രീകളും കുറെ കുട്ടികളും ഉണ്ട്, ബലഹീനരായ കുറെ മനുഷ്യരുണ്ട്. ഇവരെ സൈന്യമെന്നാണ് 2 കൂട്ടമാക്കി തീർത്തു. ഈ 2 കൂട്ടത്തെ വാസ്തവത്തിൽ ഏശാവിനോട് മല്ലുപിടിക്കുവാൻ ദൈവം എന്ത് ചെയ്തു? ഈ ബലഹീനരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിന്റെ സൈന്യമായി ദൈവം കണ്ടു. എങ്ങനെയാണ് ദൈവം ആ യുദ്ധം ജയിപ്പാൻ അനുവദിച്ചതെന്നറിയാമോ? ഏശാവിന്റെ മനസ്സിനെ ദൈവം മാറ്റി. ഇവിടെ ഒരു വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഏശാവിന് യാക്കോബിനെ കൊല്ലണമായിരുന്നെങ്കിൽ കൊല്ലാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവം എന്ത് ചെയ്തു? ദൈവം അവന്റെ മനസ്സ് മാറ്റി. 2 സേനകൾ പോകുന്ന പോലെ ദൈവം ഈ കൂട്ടത്തെ കാണുന്നു. ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയോടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി. യുദ്ധം ഒരിക്കലും സൈന്യത്തിന്റെ ശക്തിയാൽ അല്ല എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ആ സത്യം കൂടെ ഇവിടെ പഠിപ്പിക്കുന്നു. വേണമെങ്കിൽ സക്കറിയാവ് 4-7 വാക്യം ഒന്ന് വായിച്ചേ. പരിചയമുള്ള വാക്യമാണ്. സക്കറിയാവ് 4-7 വാക്യം. യെസ്, സക്കറിയാവ് 4-7 വാക്യം. മടങ്ങി വന്ന പ്രവാസികൾ ബലഹീനരാണ്. ദേവാലയം പണിയുവാൻ വളരെ പ്രതികൂലങ്ങളാണ്. കർത്താവ് ശെരുബ്ബാബേലിനോട് പറഞ്ഞു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ നോട്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ. ഈ 2 ശക്തി എടുത്ത് പറഞ്ഞതിനെ കുറിച്ച് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. മൈറ്റ് എന്ന് പറഞ്ഞാൽ, സൈന്യം എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് സ്ട്രെങ്ത്, ഒന്നിച്ചുള്ള ശക്തി. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്, വ്യക്തിപരമായ ശക്തി. നോക്കുക, ഒരു കൂട്ടത്തിന്റെ ശക്തിയുണ്ടോ നിന്റെ ശക്തിയുണ്ടോ? അല്ല, എന്റെ ആത്മാവിന്റെ ശക്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നോക്കുക, 2 സൈന്യങ്ങളാക്കി തന്റെ കുടുംബത്തിലുള്ള ബലഹീനരെ വേർതിരിച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇതെന്റെ സൈന്യമാണ്. ദൈവം ഇന്നും ലോകത്തിൽ വലിയത് ചെയ്യാനായിട്ട് എടുക്കുന്ന ആരെയാണെന്നറിയാമോ? ഒന്നുമില്ലാത്തവരെയാണ്. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 26 തൊട്ട് 29 വാക്യത്തില് നമ്മൾ വായിക്കുന്നു, ഒരു ജഡവും തന്റെ സന്നിധിയിൽ പ്രശംസിപ്പാൻ ദൈവം അനുവദിക്കില്ലേ. അതുകൊണ്ട് ദൈവം കുലഹീനമായത്, നികൃഷ്ടമായത്, ബലഹീനമായത്, ഒന്നുമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന് ഒന്നുമില്ലാത്തത് മതി. ദൈവം അവരെ ബലപ്പെടുത്തും, ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കും. സൈന്യവും ശക്തിയുമല്ല, ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ, അവനെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾ, അവന് വേണ്ടി കൊടുത്ത ജീവിതങ്ങൾ, അവനെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ജീവിതങ്ങൾ, അവരെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ വലിയ സൈന്യങ്ങളെ പോലെ ആക്കി തീർക്കാൻ കഴിയും. ഇവിടെ ആ വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുകയാണ്. പൗലോസിന്റെ ജീവിതത്തില് നോക്കുക, എത്ര വലിയ മനുഷ്യനായിരുന്നു. എഫെസ്യർ 3:8 നമ്മൾ വായിച്ചു നോക്കിയാൽ താൻ തന്നെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. താൻ ആരായിരുന്നു എന്ന് തന്നെക്കുറിച്ചുള്ള തന്റെ സുബോധം, അല്ലെങ്കിൽ തന്റെ വാസ്തവത്തിലുള്ള ബോധം എന്തായിരുന്നു എന്ന് നോക്കിയാട്ടെ.
സകല വിശുദ്ധന്മാരിലും ചെറിയവനായ എനിക്ക്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ദൈവസഭയെ ഉപദ്രവിച്ചനാൽ ഞാൻ അപ്പോസ്തലൻ പേരിന് പോലും ഞാൻ യോഗ്യനല്ലേ. സകല വിശുദ്ധന്മാരിലും ഞാൻ ചെറിയവനാണ്. പൗലോസിനറിയാം പൗലോസിന്റെ ഒന്നുമില്ലായ്മ, അവന്റെ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലം തികഞ്ഞു വരികയാണ്. When we are weak, he will make us strong. നമ്മൾ ശക്തന്മാരായി നടിച്ചാൽ കർത്താവിന്റെ ബലം നമ്മളിൽ പകരുകയില്ലേ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അത് പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ നോക്കുക. പൗലോസ് പറയുന്നു 9-ാം വാക്യം, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ആകയാൽ ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, ആകയാൽ therefore ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. പൗലോസ് പലവിധമായ കുറവുള്ളവനായിരുന്നു എന്ന് പറഞ്ഞാൽ ശാരീരിക ബലഹീനതയുണ്ട്. പൗലോസ് വലിയ വലുപ്പമൊന്നുള്ള ആളല്ലായിരുന്നു എന്നാ പറയുന്നത്. ചെറിയ മനുഷ്യനായിരുന്നു, മുഴുവൻ കഷണ്ടിയായിരുന്നു, കണ്ണൊക്കെ അസുഖമുള്ള ആളായിരുന്നു എന്നാ പറയുന്നത്. ഒരു ഡോക്ടറിനെയും കൊണ്ട്, ലൂക്കോസിനെയും കൊണ്ട് അതുകൊണ്ടാണ് കൂടെ കൊണ്ടു നടന്നത്. അങ്ങനെ ശാരീരികമായി പോലും ബലഹീനനായ ഒരു മനുഷ്യൻ. നോക്കുക, അവന്റെ ആത്മീയ കാഴ്ചപ്പാടിൽ നമ്മളിപ്പോ എഫെസ്യത്തിൽ വായിച്ചു, ആ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ, അവൻ തന്നെത്താൻ ബലഹീനനായി അവൻ സന്തോഷത്തോടെ അത് വഹിക്കുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ അവനറിയാം അവന്റെ ബലഹീനതയിൽ ഞാനിത് അതിസന്തോഷത്തോടെ ഈ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കാരണം എന്താ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ തികഞ്ഞു വരും. അതൊരു വലിയ സത്യമാണ്. നമ്മള് ദൈവസന്നിധിയിൽ വിനയപ്പെടുകയും താഴുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു, ആർക്കാ കൃപ കൊടുക്കുന്നേ? താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു. നിഗളികളോട് അവന് എതിർത്ത് നിൽക്കുന്നു. ഹി റെസിസ്റ്റ് ദ പ്രൗഡ്. 2 പ്രാവശ്യം ദൈവത്തിൽ പറയുന്നു. അവന് നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. ആ സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ശൂന്യമിയിലെ നിങ്ങൾ എന്ത് കാണാൻ പോകുന്നു? അവൾ ബലഹീനയാണ്, അവൾ കുറവുള്ളവളാണ്, അവൾ കറുത്തവളായിരുന്നു, അവൾ അഴകില്ലാത്തവളായിരുന്നു, അവൾ പല അനുസരണക്കേടുള്ളവളായിരുന്നു. നോക്കുക, അവളെ വേണ്ടവണ്ണം ഉയർത്തുവാനൊന്നും ആദ്യ സമയത്ത് എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അവൾ ആരാണ്? ഇന്ന് അവളൊരു സൈന്യമായി മാറി. ബലഹീനതയിൽ അവന്റെ ബലം തികഞ്ഞു വന്ന ആ വലിയ സത്യം. മഹനയീമിലെ ഈ ബലഹീനരായ മനുഷ്യരെ കർത്താവ് എന്ത് ചെയ്തു? അവരെ യാക്കോബിനെ നേരിടുവാനുള്ള സൈന്യങ്ങളാക്കി തീർത്തു. ആ സത്യം ഇവിടെ നമ്മൾ ഓർപ്പിക്കുകയാണ്. നമുക്കിനിയും 2-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഇംഗ്ലീഷിൽ 7-ന്റെ 1 തൊട്ടുള്ള വാക്യം, ഏതായാലും മലയാളത്തിലുള്ള അതേ ഓർഡറിൽ നമുക്ക് പഠിച്ചു പോകാം. ഇവിടെ നോക്കുക, ഇനിയും പ്രഭുകുമാരി ചെരുപ്പിട്ടിരിക്കുന്നതിന്റെ കാലെത്ര മനോഹരമായ വർണ്ണനയാണ്. നോക്ക, ഇവിടെ തൊട്ട് വർണ്ണിക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകാല് അവളുടെ കാല് തൊട്ടാണ് വർണ്ണിക്കുന്നത്. നേരത്തെ വർണ്ണിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. നേരത്തെ നോക്കിയ 4-ാം അധ്യായത്തിന്റെ നോക്കുക, കണ്ണ്, തലമുടി, പല്ല്, ഇങ്ങനാ പോയത്. മുകളിൽ തൊട്ടാണ് അവളെ കുറിച്ച് വർണ്ണിച്ചത് നേരത്തെ. ഇവിടെ അവളുടെ കാല് തൊട്ട് വർണ്ണിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? പാദം മുതൽ വർണ്ണിക്കുന്നു. അവൻ അഭിനന്ദിക്കുകയാണ് ആ പാദങ്ങളെ ആദ്യം. അവന്റെ ശ്രദ്ധയിൽ ആദ്യം പെട്ടിരിക്കുന്ന ആ കാലാണ്. കാരണം എന്നാ? പാദങ്ങൾ നമുക്കറിയാം നടപ്പിനുള്ളതാണ്, ഓട്ടത്തിനുള്ളതാണ്, ചലിക്കുവാനുള്ളതാണ്. അവളെ നേരത്തെ വിളിച്ചപ്പോൾ അവൾക്ക് വരുവാൻ മനസ്സില്ലായിരുന്നു. അവൾ ഒരുപാട് ഒഴികഴിവ് പറഞ്ഞു. നോക്കുക, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി, ഞാൻ കാല് കഴുകിയിരിക്കുന്നു, ഇനി മലിനമാക്കുന്നത് എങ്ങനെ, അല്ലേ? നേരത്തെ 2-ാം അധ്യായത്തില് എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക, മതിലിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അവന്റെ കൂടെ യാത്ര ചെയ്യുവാൻ അവൾക്ക് മടിയായിരുന്നു. അവന്റെ താല്പര്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാൻ അവൾക്ക് മടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവളെ ഒന്ന് നോക്കിയേ, അവന്റെ കൂടെ ഏകീഭവിച്ച് അവന്റെ കാര്യങ്ങളിൽ അവൾ ഇറങ്ങിത്തിരിച്ചു. ഇനിയുള്ള ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക ഭാഗമാണ്, ഉന്നതമായ ഒരു പദവിയിലേക്ക് ഉയർന്നൊരു ഭാഗമാണ്. ഇവിടെ ഈ വിധത്തിൽ അവൾ ആയിത്തീർന്നപ്പോൾ അവളെ വിളിച്ച പേരെന്താണ്? പ്രഭുകുമാരി. നോക്കിയ ആ പേര്, അവളെ വിളിച്ച പേരെന്നാ? പ്രഭുകുമാരി. ഓ പ്രിൻസസ് ഡോട്ടർ, ഓ പ്രിൻസസ് ഡോട്ടർ, പ്രഭുത്വത്തിൽ ജനിച്ചവളെ. നോക്കുക, സ്വർഗത്തിലെ ദൈവത്താൽ ജന്മം കൊണ്ടവളാണ് അവൾ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, ഒരു രാജകുമാരന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തവളാണ് അവൾ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന് കുറച്ചുകൂടെ അർത്ഥമുള്ളത് ദേവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേണമെങ്കിൽ ഭാഷാന്തരം ചെയ്യാമെന്നാണ്. ഓ ദൗ പ്രിൻസ്ലി സ്പിരിറ്റ്, പ്രഭുത്വത്തിന്റെ ആത്മാവുള്ളവളെ. ഈ പ്രഭുത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ നിന്ന് വ്യത്യാസമാണ്. യെസ്,
രാജാക്കന്മാരുടെ ചിന്ത അല്ലെങ്കിൽ രാജകുമാരികളുടെ ചിന്ത നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല ചിന്തിക്കുന്നേ. കാരണം ഞാൻ നിങ്ങളോട് ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം വളരെ വ്യത്യാസമുണ്ട്. അവർക്ക് കുറച്ചുകൂടെ ഒരു പ്രിൻസിലി സ്പിരിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, മസ്കറ്റിൽ വെച്ച് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇൻഷുറൻസ് സെയിൽസ്മാൻ ആയിരുന്നു. സാധാരണ ഞാൻ ഫോണിൽ കൂടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അങ്ങനെയുള്ളവരെ പോയി മീറ്റ് ചെയ്യുകയാണ്. ഞാൻ രാജാവിന്റെ കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തി ഇംഗ്ലണ്ടിൽ പഠനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഗവൺമെന്റില് ഒരു നല്ല ഉദ്യോഗസ്ഥനായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. വളരെ ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു. വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയത്. കാരണം രാജകുടുംബത്തിൽപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. വളരെ ബഹുമാനത്തോടുകൂടി അവിടെ ചെന്നു. സെയ്ത്വാനി എന്നാണ് പുള്ളിയുടെ പേര്. മിസ്റ്റർ സെയ്ത്വാനി എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ സംഭാഷണം തുടങ്ങി. അല്പം കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, സോറി, ഡോണ്ട് കോൾ മീ മിസ്റ്റർ, കോൾ മീ ഹിസ് ഹൈനസ്, വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. എന്നെ മിസ്റ്റർ എന്ന് വിളിക്കരുത്, എന്നെ ഹിസ് ഹൈനസ് എന്ന് വിളിക്കണം, ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുന്നെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴാണ് പിടി കിട്ടിയത്. നമ്മൾ മിസ്റ്റർ എന്നൊക്കെ വിളിച്ചാൽ വളരെ ബഹുമാനം കൊടുത്താ വിളിക്കുന്നത് മിസ്റ്റർ. പക്ഷേ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരാളെ മിസ്റ്റർ എന്ന് വിളിക്കത്തില്ലേ? രാജകുടുംബത്തിൽ ജനിച്ച ഒരാളെ വിളിക്കുന്നത് ഹിസ് ഹൈനസ് എന്നാ, രാജാവിനെ വിളിക്കുന്നത് ഹിസ് മജസ്റ്റി എന്നാ. നോക്കി, എന്നെക്കാട്ടിൽ വളരെ പ്രായം കുറഞ്ഞ ഒരാളാണ്. ഞാൻ വളരെ ബഹുമാനാർത്ഥമായി മിസ്റ്റർ സെയ്ത്വേനി എന്നൊക്കെ പറഞ്ഞ് സംഭാഷണം നടത്തുകയാണ്. പക്ഷെ അദ്ദേഹം എന്നോട് പറയാ, ഡോണ്ട് കോൾ മീ മിസ്റ്റർ, കോൾ മീ ഹിസ് ഹൈനസ്, വി ആർ പ്രൗഡ് ഓഫ് ഇറ്റ്. അതൊരു പ്രഭുത്വത്തിന്റെ ആത്മാവാണ്. നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊരു പ്രഭുത്വത്തിന്റെ ആത്മാവാണ്. ഇവിടെ കടന്നു വന്നപ്പോൾ നോക്ക്, ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നിലവാരത്തോടുകൂടെ അവൾ ഏകീഭവിച്ചു കഴിഞ്ഞു. ആ ദിവ്യത്വത്തിന്റെ സ്വഭാവത്തോട് അവൾ ഏകീഭവിക്കുകയാണ്. 2 പത്രോസ് 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി. ദിവ്യ സ്വഭാവം. ആ സ്വഭാവം ഏത് സ്വഭാവമാണ്? ഹെവൻലി ക്യാരക്ടർ. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പ്രഭുവാണ്, രാജാവാണ്, ദൈവമാണ്. നോക്കുക, ആ രാജാവിന്റെ സ്വഭാവത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ്. ഈ ലോകത്തിന്റെ സുഖവും മഹത്വവും മോടികളും ഒന്നും അല്ലേ ഇന്ന് നമ്മളെ ആകർഷിക്കുന്നത്. ഇന്ന് നമ്മൾ ആ പ്രിയന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉയരുവാൻ തക്കൊണ്ടുള്ള കാഴ്ചപ്പാടുണ്ടായി കഴിഞ്ഞു. ആ കാഴ്ചപ്പാട് അവനോട് ഏകീഭവിച്ചു, അവന്റെ കാര്യങ്ങളിൽ തൽപരരായി. ആ സന്ദർഭത്തിൽ അവളെ വിളിക്കുന്ന പേരാണ്, അല്ലയോ പ്രഭുകുമാരി, ഓ പ്രിൻസസ് ഡോട്ടർ. ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാഷാന്തരത്തിൽ, ഓ ദൗ പ്രിൻസിലി സ്പിരിറ്റ്, പ്രഭുത്വത്തിന്റെ ആത്മാവുള്ളവളെ. നോക്കാം, നമുക്ക് ഒരു സാധാരണ ആത്മാവിൽ ജീവിക്കാം. ദിവ്യ സ്വഭാവം പ്രകടമാക്കുന്ന ആ രാജകീയ പ്രൗഢിയിലേക്ക്, ആത്മാവിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. എന്നിട്ട് ആദ്യം എടുത്തു പറഞ്ഞു, അവളുടെ കാല്, ചെരുപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ആർ ദൈ ഫീറ്റ് വിത്ത് ഷൂസ്. നമ്മൾ 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, ഞാൻ കാല് കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? പ്രിയനോടൊത്ത് അവന്റെ താല്പര്യങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാൻ അവൾ മടി കാണിച്ചു. 2:8 തൊട്ടുള്ള വാക്യത്തിൽ നമ്മൾ കണ്ടു, എന്റെ പ്രിയ എഴുന്നേൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അവള് അവനോടുകൂടെ നടക്കുവാൻ തുടങ്ങി, അവന്റെ കാര്യങ്ങളിൽ തൽപരയായി മാറി. ആയപ്പോഴാണ് പറഞ്ഞത്, നിന്റെ കാലിന്റെ മനോഹരത്വം. എഫേസ്യർ 6:15 നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തില്ലേ, ഷോഡ് വിത്ത് ദ പ്രിപ്പയർഡ്നെസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്. സുവിശേഷമല്ല ചെരുപ്പ്, സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം, പ്രിപ്പയർഡ്നെസ് ഓഫ് ദ ഗോസ്പൽ ഓഫ് പീസ്. സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമാണ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ, എവിടെ വേണമെങ്കിലും പോയി പറയുവാനുള്ള ഒരു ഒരുക്കം. വളരെ മനോഹരമായ ദൃഷ്ടാന്തമാണ് റോമർ 1:15. അപ്പോസ്തലനായ പൗലോസ് റോമിൽ പോയാൽ ബന്ധനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പറയുക എന്താണ്? നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നോട് ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കും. ഐ ആം റെഡി ടു പ്രീച്ച്. ഒരു ഭാഷാന്തരത്തിൽ, ഐ ആം ഈഗർ ടു പ്രീച്ച്. പൗലോസിന് എങ്ങനെയെങ്കിലും റോമിൽ ഒന്ന് പോയി പറ്റണം. ലോകത്തിന്റെ മനുഷ്യന്റെ കാലം നോക്കിയേ, റോമർ 3:15 പറയുന്നുണ്ട്. ലോകത്തിലുള്ള മനുഷ്യന്റെ കാലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, എന്താ ഇതിന്റെ കമ്പയർ ചെയ്ത് നോക്കണം. ലോകത്തിലുള്ള മനുഷ്യന്റെ കാലിനെ കുറിച്ച് റോമർ 3:15 പറയുന്നു, അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, സമാധാന മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്ന കാലുകൾ, സമാധാന മാർഗം അറിയാത്ത കാലുകൾ. എന്നാൽ ഒരു ദൈവമകന്റെ പാദങ്ങൾ എന്ന് പറഞ്ഞാൽ സമാധാന സുവിശേഷം കാലിന് ഒരുക്കമായി ചെരുപ്പിട്ടിരിക്കുന്ന കാലുകളാണ്. അല്ലെങ്കിൽ നോക്കുക, അവളെ സ്വതന്ത്രയാക്കി അവനു വേണ്ടി ആ ചെരുപ്പുകളിട്ട് ആ കാലുകൾ അവനോടൊത്ത് നടക്കുവാൻ അവൾ സന്നദ്ധയായി കഴിഞ്ഞു. എന്നാൽ ലോകത്തിന്റെ മനുഷ്യൻ പൈശാചികനാൽ ബന്ധിക്കപ്പെട്ട് ചങ്ങലയിൽ പിടിക്കപ്പെട്ട് അവന്റെ പുറകെ വലിച്ചിഴയ്ക്കുന്ന അടിമകളാണ്, ലോകത്തിന്റെ അടിമകൾ. ഇവളെ സ്വതന്ത്രയാക്കി.
ഇനിയും ഇതോടുള്ള ബന്ധത്തിലാണ് അടുത്ത ഭാഗം പറഞ്ഞിരിക്കുന്നത്. മലയാള ഭാഷ അത്രയും കൃത്യമല്ലേ, ഇംഗ്ലീഷിൽ ഞാനത് ആദ്യം വായിക്കാം. അതിന്റെ 2ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്: ദ കർവ്സ് ഓഫ് യുവർ തൈസ് ആർ ലൈക്ക് ജുവൽ, ദ വർക്ക് ഓഫ് ദ ഹാൻഡ് ഓഫ് എ സ്കിൽഫുൾ വർക്ക്മാൻ. വേറെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ: ദ ജോയിന്റ്സ് ഓഫ് ദ തൈസ് ആർ ലൈക്ക് ജുവൽ, ദ വർക്ക് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് എ കണ്ണിംഗ് വർക്ക്മാൻ. ഇവിടെ നിതംബം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആ ട്രാൻസ്ലേഷൻ തെറ്റാണ്. ജോയിന്റ്സ് ഓഫ് യുവർ തൈസ്, നിന്റെ തുടകളുടെ എളുപ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ജോയിന്റ്സ് എന്തുകൊണ്ടാണ്? അവളുടെ നടപ്പിനെ കുറിച്ചാണ് ഇപ്പം പറയുന്നത്. അവളിട്ടിരിക്കുന്ന ചെരുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആ ചെരുപ്പിട്ടിരിക്കുന്ന കാലുകൾ നടക്കുന്നതാണ് സുവിശേഷത്തിന് വേണ്ടി. എന്നാൽ ഇവിടെ പറയുന്നു അതെങ്ങനെയുള്ളതാണ്? ജൂവൽ, വജ്രം പോലാണ്. ആ വജ്രം എങ്ങനെയുള്ള വജ്രമാണെന്നാ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞത്? കണ്ണിങ് വർക്ക്മാൻ, കരവിരുതുള്ള വേലക്കാരന്റെ കൈവേലയാണ്. എന്തൊരർത്ഥമാണെന്ന് നോക്കിയേ, എന്തൊരർത്ഥമാണ്, ആത്മീയാർത്ഥം എന്ന് ചിന്തിച്ചേ. അവന്റെ കൂടെ നടക്കുവാൻ മടി കാണിച്ച ഇവളുടെ കാലിന്റെ ഇളുപ്പ്, തൈസ്, ഇവിടെ പറയുന്നു ഇന്ന് ജൂവലാണ്. ആ ജൂവല് കരവിരുതുള്ള വേലക്കാരന്റെ കൈകളുടെ പ്രവൃത്തിയാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ നോക്കുക, അതിന്റെ മനോഹരത്വം നോക്കിയാട്ടെ. ദ വർക്ക് ഓഫ് ദ ഹാൻഡ് ഓഫ് എ സ്കിൽഫുൾ വർക്ക്മാൻ, കരവൈദഗ്ധ്യമുള്ള ഒരുവന്റെ വേലയാണ്. ലോകത്തിലെ ഏറ്റവും കടുപ്പമുള്ള വസ്തുവാണ് ഈ ജൂവല്, വജ്രം. ഏറ്റവും കടുപ്പമുള്ളത്, ഡ്രില്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഈ ജൂവലാണ്. ഏറ്റവും കടുപ്പമുള്ളത്. അത് വാസ്തവത്തിൽ വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ എക്സ്പേർട്സിനെ അത് വെട്ടാനൊക്കത്തുള്ളൂ. നമുക്കൊന്നും വെട്ടാനൊക്കത്തില്ല ജൂവലൊക്കെ. ഈ മാലയ്ക്കകത്തൊക്കെ ഇടുന്ന ജൂവലും വജ്രങ്ങളൊക്കെ ഉണ്ട്. അത് എത്ര ചെറിയ സാധനങ്ങളാ, പക്ഷെ അതൊക്കെ അങ്ങനെ വെട്ടിയെടുക്കണമെങ്കിൽ കൈകൊണ്ട് വെട്ടിയെടുക്കുകയാണ്. അതെത്ര കരവിരുതുള്ള ഒരുവന്റെ വേലയായിരിക്കും. എന്നാൽ ഇവളെ സംബന്ധിച്ചൊന്ന് നോക്കിയേ, അവളുടെ തുടയ്ക്കുന്ന ആ വജ്രത്തിന്റെ ബലം കൊടുത്തെന്ന് പറഞ്ഞാൽ, മനോഹരമായി പഴയ നിമിത്തിലൊക്കെ ഒന്ന് പോയേ, 2 കാലം മുടന്തനായ മെഫീബോശെത്ത്, നടക്കുവാൻ പ്രാപ്തിയില്ലേ, എളുപ്പിന് ബലമില്ലേ. ഇവളും അതുപോലൊക്കെ ആയിരുന്നു. അവന്റെ കൂടെ നടക്കുവാൻ മടി കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവളുടെ എളുപ്പിന് ബലം കിട്ടി, ജൂവലിന്റെ ബലം കിട്ടി. എങ്ങനെ കിട്ടി? ഈ കണ്ണിങ് വർക്ക്മാന്റെ കരത്തിന്റെ പ്രവൃത്തിയാണ്, കരവിരുതുള്ള വേലക്കാരന്റെ കൈയുടെ പ്രവൃത്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 32:25 വായിച്ചേ. അവന്റെ കരങ്ങൾ ഒരിടത്ത് എവിടെ പ്രവർത്തിച്ചു എന്ന് നോക്കിയാട്ടെ. ആ പ്രവൃത്തി ഇവിടെ കാണുന്നു. യെസ്, എവിടാ തൊട്ടത്? അവിടെയാ, ഇപ്പം പറഞ്ഞ ഭാഗത്താ തൊട്ടത്. ഒരിക്കൽ നടക്കുക, അവന്റെ ഇഷ്ടം പോലെ ഓടി നടക്കുക, വഞ്ചിച്ചും. ആദ്യം തൊട്ടേ പുള്ളി എന്താ കളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. ലാബാന്റെ അവിടെ ചെന്ന് അവസാനം അവിടെയും കളിപ്പിച്ച് എല്ലാം പരിപാടികളുമായിട്ട് പുള്ളി നടക്കുക. അവന്റെ പേരാണ് പിന്നീട് ഇസ്രായേൽ എന്ന ദൈവം മാറ്റുന്നത്. പക്ഷേ ആ കരവിരുതുള്ള കരങ്ങള് അവന്റെ തുടയ്ക്കൊന്ന് തൊട്ടു, ആ തുടയൊന്ന് ഉളുക്കി. ആ യാക്കോബിന്റെ പിന്നീടുള്ള ജീവിതം നോക്കണം, ആത്മിക ദർശനം കാണണം. യാക്കോബിന്റെ ജീവിതാന്ത്യത്തിൽ അവരെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ശ്രദ്ധിക്കണം. നാം യാക്കോബിനെ കാണുന്നു വടിയുടെ തലത്തിൽ ഊന്നിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന കാണുന്നു. യോസെഫിന്റെ മക്കളെ കൊണ്ടുവന്ന് യോസെഫ് പോലും കരങ്ങൾ പിടിച്ച് നേരെ വെക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലല്ല അങ്ങനെയല്ല മകനെ എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ പിണച്ച് മനശ്ശെ എബ്രാഹിമിനെ അനുഗ്രഹിക്കുന്ന കാണാം. ആത്മീയ കാഴ്ചപ്പാട് അത്ര മാറി. ആദ്യത്തെ യാക്കോബ് അല്ല പിന്നത്തെ യാക്കോബ്. ആ യാക്കോബിന്റെ പേര് മാറി, അവനെ ഒരു പ്രിൻസാക്കി തീർത്തു. പ്രിൻസ് ഇസ്രായേൽ. അവൻ ദൈവത്തിന്റെ ഒരു പ്രഭുവാക്കി അവനെ മാറ്റി, അവന്റെ പേര് മാറ്റി പ്രിൻസാക്കി. ഇവളെ നോക്കുക, ഇവളെയും പ്രഭുത്വത്തിന്റെ ആത്മാവുള്ളവളാക്കി. എങ്ങനെയാക്കി? കരവിരുതുള്ളവന്റെ കരങ്ങൾ തൊട്ടു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, ഒരു കാര്യം മനസ്സിലാക്കുക. ഈ ഡയമണ്ട് കട്ടുവാൻ കരവിരുതുള്ള കരങ്ങൾ അതിനെ മുറിച്ചു മാറ്റുന്നത് പോലെ, അതിനെ ചെത്തിവെടിപ്പാക്കുന്നത് പോലെ നമ്മളിൽ ഒരുത്തനൊരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. നമ്മളെ വെറുതെ വിട്ടിരിക്കുകയല്ലേ. നമ്മൾ ഫിലിപ്പി ലേഖനം 1:4 വായിക്കുന്നു, നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയും. He who has begun a good work in you shall perform it. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി അവൻ ആരംഭിച്ചു. ഫിലിപ്പിയർ 1:4. 1 തെസ്സലോനിക്കർ 5:23-24 വരെ വായിച്ചാലും കാണാം, അവനത് തികയ്ക്കും. നമ്മൾ ഒരു പ്രവൃത്തി അവൻ ആരംഭിച്ചു, അവനത് തികയ്ക്കും. ഒരുപാട് ഓടി നടന്നു യാക്കോബ്, പക്ഷെ അവന്റെ കരം അത് നടത്തി. യോഹന്നാൻ 15 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, തോട്ടക്കാരൻ അതൊക്കെ ചെത്തിവെടിപ്പാക്കുകയാണ് വളരെ ഫലം കായ്പാൻ. ആ കരത്തിൽ ആണ് ആ കത്തിയിരിക്കുന്നത്. യാക്കോബിനെ പല ഡിസിപ്ലിനിൽ കൊണ്ടുവന്ന് അവസാനം അവന്റെ തുടയുടെ അവിടം തൊട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നേക്കാം.
പക്ഷെ അന്നേരം ഒന്നും നമുക്കിത് എന്തിനാണെന്നൊന്നും മനസ്സിലാകില്ല. ചിലപ്പോൾ കരയുന്ന സന്ദർഭം വരും, ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങൾ വരും, ഞെരുക്കത്തിന്റെ സന്ദർഭങ്ങളൊക്കെ വരും, നമുക്കറിയില്ലേ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം, ഇതെല്ലാം ആ കരവിരുതുള്ള, ആ വൈദഗ്ധ്യമുള്ള പ്രവർത്തകന്റെ കരത്തിന്റെ പ്രവൃത്തിയായിരുന്നു. നമ്മളെ രൂപാന്തരപ്പെടുത്തി അവന്റെ ഹിതം പോലെ നമ്മളെ വാർത്തെടുപ്പാനായിരുന്നു. അവളുടെ കാലിന് ബലമേകിയ ആ തുടയുടെ എളുപ്പുകൾ. കർത്താവിന് സ്തോത്രം. അത് വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുവാൻ കഴിയുന്ന ഒരു മനോഹരമായൊരു ഭാഗമാണ്. പിന്നെ എടുത്തു പറഞ്ഞു, നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെ. നേവൽ എന്നാണ്. Thy navel is like a round goblet which wanteth no liquor. യെസ്, അതായത് ഏത് വസ്തുവിന്റെയും കേന്ദ്രത്തിന് നാഭി എന്ന് പറയാറുണ്ട്. ഏത് വസ്തുവിന്റെയും കേന്ദ്രത്തിന് നാഭി എന്ന് പറയും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ദൈവിക പദ്ധതിയുടെ കേന്ദ്രമായിരുന്നു അവൾ. അവൾ കേന്ദ്രമായിരുന്നു. ദാവീദ് തന്നെ പറയുന്നില്ലേ 139 സങ്കീർത്തനം 16, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. അവന്റെ പദ്ധതിയുടെ കേന്ദ്രമായിരുന്നു. ഏലിയാസാറിനെ അബ്രഹാം പറഞ്ഞയക്കുകയാണ് പുത്രനൊരു മണവാട്ടി എടുക്കുവാൻ. റിബേക്ക ഇതൊന്നും അറിയുന്നില്ല. റിബേക്കയുടെ വീട്ടിൽ, അവളുടെ അപ്പന്റെയും അമ്മയുടെ വീട്ടിൽ അവൾ ഒരു സാധാരണ സ്ത്രീയെ പോലെ വളർന്നു വരികയാണ്. പക്ഷേ വളരെ വിദൂരതയിൽ ഒരു പിതാവ് ഒരു ദാസന്റെ കരം പിടിച്ച് അവന്റെ തുടയുടെ കീഴിൽ വെച്ച് സത്യം ചെയ്യിക്കുന്നുണ്ട്. ആ വൃദ്ധനായ അബ്രഹാം ആ ഏലിയാസാറിന്റെ കരങ്ങൾ പിടിച്ച് സത്യം ചെയ്യിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പിതാവിന്റെ ഹൃദയത്തിൽ അപ്പോഴുള്ള ചിന്ത മുഴുവൻ ആരെക്കുറിച്ചായിരുന്നെന്നറിയാമോ? ഈ റിബേക്കയെ കുറിച്ചായിരുന്നു. ഇസ്ഹാക്കിനൊരു മണവാട്ടി, അവൾ എങ്ങനെയുള്ളവളായിരിക്കണം, അവളെ എവിടെ നിന്ന് എടുക്കണം, അവളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഈ ദാസനോട് പറഞ്ഞു കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മൾ അറിയുന്നില്ലേ, ഈ റിബേക്ക തിരഞ്ഞെടുക്കപ്പെട്ടത് വാസ്തവത്തിൽ അതിന്റെ പുറകിൽ ഈ പിതാവ് സംസാരിച്ചതും ആ പറഞ്ഞു വിട്ടതൊന്നും അവൾ മനസ്സിലാക്കിയില്ലേ. നമ്മളും ഇന്ന് ആ പ്രിയന്റെ മണവാട്ടിയായി മാറി. നമ്മളിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു പിതാവിന് ആ കഴിഞ്ഞ യുഗങ്ങളിൽ മുഴുവൻ. തന്റെ പദ്ധതിയുടെ കേന്ദ്രമെന്ന് പറയുന്ന നമ്മളായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് നോക്കിയാട്ടെ. വി വെയർ ഇൻ ദ സെന്റർ ഓഫ് ഗോഡ്സ് പർപ്പസ്. യെസ്. മാത്രമല്ല, ഇന്നൊന്ന് ശ്രദ്ധിച്ചാട്ടെ, അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രം നാഭി എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗം ആ നാഭിയാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, അത് വട്ടത്തിലുള്ള പാനപാത്രം പോലെയാണ്. ഗോബ്ലറ്റ് എന്ന് പറഞ്ഞാൽ പിടിയില്ലാത്ത ഒരു പാത്രമാണ്. പഴയ കാലത്ത് റൗണ്ട് ഗോബ്ലറ്റ്, അതായത് പിടിയില്ലാത്ത എടുത്ത് കുടിക്കുവാൻ കഴിയുന്ന ഒരു പാനപാത്രമാണ്. എന്താ ഇതിന്റെ കാരണം? യെസ്, കർത്താവ് ജീവിതത്തിന്റെ കേന്ദ്രമായെന്നാണ് അതിന്റെ അർത്ഥം. കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാൽ എന്താണ്? ഒരു മാതാവിൽ നിന്ന് ജീവൻ മുഴുവൻ വലിച്ചെടുത്ത പ്രതലമാണ് അവിടെ. അവൾക്ക് ജനിക്കുവാൻ വലിച്ചെടുത്ത ആ പ്രതലത്തിന്റെ പാടാണ് അവളുടെ വയറ്റിലുള്ള ആ കുഴി, നാഭി. ആ കുഴി അതാണ്. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നോക്കുക, യുഗത്തോടുള്ള പിതാവിനോടുള്ള ബന്ധത്തിൽ അവൾ ബന്ധപ്പെട്ട് കിടന്നു. ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശം, ആ ഉദ്ദേശത്തിന്റെ കേന്ദ്രമായിരുന്നു അവൾ. ഇന്ന് ആ ജീവൻ മുഴുവൻ അവൾ വലിച്ചെടുത്തു. അമ്മയിൽ നിന്ന്, കർത്താവിൽ നിന്ന് ആ ജീവൻ വലിച്ചെടുത്തു. എടുത്തെന്ന് മാത്രമല്ല, ഇന്ന് അവളുടെ ആ കേന്ദ്രം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. എന്ത് നിറഞ്ഞിരിക്കുന്നു? ഇവിടെ വായിക്കുന്ന എന്താണ്? അത് കലക്കിയ വീഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. യെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്? അവൾ ജന്മം കൊടുക്കുന്നവർക്ക് ധാരാളം പോഷിപ്പിച്ച് വളർത്തുവാനുള്ളത് അവളുടെ ശരീരത്തിൽ നിറഞ്ഞു കിടക്കുകയാണ്. അവൾ വലിച്ചെടുത്തിരിക്കുകയാണ്. അതിന്റെ ആത്മീയാർത്ഥം ഒന്ന് ചിന്തിച്ചാട്ടെ. അവൾക്കൊരിക്കൽ ഈ നാഭി ആവശ്യമായിരുന്നു ആ ജീവൻ പ്രാപിക്കുവാൻ. ഇന്ന് കലക്കിയ വീഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ 5/1 ആ കലക്കിയ വീഞ്ഞ് പാലോടുകൂടെ കലക്കിയത്. പാലും വീഞ്ഞും കൂടെ കലക്കിയിരിക്കുന്നു. നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ വചനവും ഞാൻ എന്റെ സന്തോഷം തരുന്നു, എന്റെ വചനം തരുന്നു. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സന്തോഷം, രണ്ട് കാര്യങ്ങൾ. എന്റെ വീഞ്ഞ്, എന്റെ പാല് ഞാൻ കുടിച്ചു. അവളുടെ ഉള്ളിൽ നിന്നത് നിറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ്? അവളിൽ കൂടെ ജന്മം കൊടുക്കുന്ന പൈതലിനെ അത് കൊടുത്തു വളർത്തുവാൻ, അവളെ ശക്തിപ്പെടുത്തുവാൻ. ആത്മീയമായ കണ്ണുകൾ ആ സ്വർഗീയ പ്രിയൻ അത് കണ്ടു കഴിഞ്ഞു. യെസ്, നമുക്ക് സദൃശവാക്യം 3:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തി അല്ലെങ്കിൽ ഭയം നിന്റെ നാഭിക്ക് ആരോഗ്യം, അസ്ഥികൾക്ക് തണുപ്പ്. അത് വാസ്തവത്തിൽ ഈ ആശയം തന്നെയാണ്. നമ്മുടെ അന്തരം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്.
എന്നിട്ട് മാത്രമല്ല എടുത്തു പറഞ്ഞു, ആ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന ഗോതമ്പ് കൂമ്പാരം പോലെയാണ്. എന്താ ഇത് പറയുന്നത്? ഗോതമ്പ് കൂമ്പാരം എന്ന് പറഞ്ഞാൽ ഫുൾ മെഷർ ഓഫ് ഡിവൈൻ ട്രൂത്ത്, ദൈവത്തിന്റെ വചനമാണ്. അവളുടെ അകത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഗോതമ്പിന്റെ കൂമ്പാരമാണ്. ഒരു വാക്യം വായിച്ചാൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആകും. ജെരമ്യാവ് 23:28 എടുത്താട്ടെ. ഇന്നൊരു പക്ഷേ ഈ കാലഘട്ടത്തിൽ അല്പം ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വാക്യമാണത്. ജെരമ്യാവ് 23:28. അവളുടെ സൗന്ദര്യം പ്രിയൻ കണ്ടത് ആ വയറ് ഗോതമ്പ് കൂമ്പാരമാണ്. യെസ്, ആ വാക്യം മലയാളത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിലെ. വൈക്കോലും ഗോതമ്പും ഒക്കുമോ? ഇംഗ്ലീഷിൽ വാട്ട് ഈസ് എ ചാഫ് ടു ദ വീറ്റ്? ശ്രദ്ധിച്ചോ? വാട്ട് ഈസ് എ ചാഫ് ടു ദ വീറ്റ്? ദൈവം ചോദിക്കുക. സ്വപ്നം കണ്ടോൻ സ്വപ്നം പറയട്ടെ, എന്റെ വചനം ലഭിച്ചവൻ എന്റെ വചനം ശുശ്രൂഷിക്കട്ടെ, അവൻ പറയട്ടെ. എന്നിട്ട് ദൈവം പറയാണ്, വാട്ട് ഈസ് ദ ചാഫ് ടു ദ വീറ്റ് എന്ന് പറഞ്ഞാൽ ഈ പതിരും ഈ ഗോതമ്പിനോട് ഈ പതിരെങ്ങനെ ഒക്കുന്നത്? അർത്ഥം മനസ്സിലായോ? ഇന്ന് സ്വപ്നങ്ങൾ കണ്ടും ദർശനങ്ങൾ കണ്ടും പ്രവചനം കണ്ടും ഓരോരുത്തർക്ക് പ്രസ്താവിക്കുകയാണ്. ദൈവം പറയുന്നത് തന്നെ, ആ ദർശനം എന്റെ വചനത്തോട് എന്നെ നോക്കാനാ, നീ എന്റെ വചനം പ്രസംഗിച്ചാ മതി. ഓടുക ഇന്ന് ആളുകൾ എങ്ങോട്ടാ? മനസ്സിലായോ? യെസ്, ഇവിടെ നോക്കിയാട്ടെ, ദൈവം പറയുന്നു എന്തിനാണ് പ്രാധാന്യം? ദൈവത്തിന്റെ വചനത്തിനാണ്. പഴയ കാലത്തും ഇത് തന്നെയുണ്ട്. സ്വപ്നം കണ്ട് വിവരിക്കുന്നു, ദർശനം കണ്ട് വിവരിക്കുന്നു, ആളുകൾ ഓടുന്നു. ദൈവം പറഞ്ഞു, അവൻ അത് പറഞ്ഞോട്ടെ, നീ എന്റെ വചനം ശുശ്രൂഷിക്കുക. എന്നിട്ട് ദൈവം എടുത്ത് പറഞ്ഞു, എന്താണ് ഈ പതിരും ഗോതമ്പുമായിട്ട് എങ്ങനെ തുലനം ചെയ്യാൻ കഴിയും? അത് പതിരാണ്, വിലയില്ലാത്തതാണ്, ഭാരമില്ലാത്തതാണ്. എന്റെ വചനം ഗോതമ്പാണ്, ജീവനുള്ളതാണ്. യെസ്, കർത്താവിനെ തന്നെ പറഞ്ഞില്ലേ, ഗോതമ്പ് മണി എന്നാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ദൈവവചനമാണ് ഗോതമ്പ് മണി. എന്നാൽ ഈ ദർശനവും ഇതൊക്കെയാണ് വെറും എന്താണ്? ഈ പതിര് ദൈവത്തിന്റെ കൺമുമ്പിൽ. അതൊന്നും ഒരു മനുഷ്യനെയും ആത്മീയമായി വളർത്തത്തുമില്ല, ആത്മീയ പോഷണം കിട്ടത്തുമില്ല, അവനെ ശക്തിപ്പെടുത്തത്തുമില്ല, അവനെ ദുഃഖത്തിലേക്ക് ആഴ്ത്തുകയുള്ളൂ കേട്ടോ, പ്രയാസങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഏതായാലും അതൊന്ന് ചിന്തിച്ചു കൊള്ളുക. എന്റെ മോനാണെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് കോയമ്പത്തൂരിലെ. ഞാൻ വന്നപ്പോൾ അറിഞ്ഞത്, ആരോ ദർശനം കണ്ടൊരു സ്ത്രീ പറഞ്ഞിരിക്കുന്നു, അവന്റെ കൂട്ടുകാരനെ വലിയവനാക്കാൻ പോവാ, 2 പേര് ബൈക്ക് ഓടിക്കുന്നുണ്ട്, അത് ഇനിയും പൂർണ്ണമായി സമർപ്പിച്ചില്ലേ ഈ 2 പേരെയും കൊല്ലത്തില്ല, കാല് ചതച്ച് ഓടിക്കും. അവനത് കേട്ട് ആകപ്പാടെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിരിക്കുക, ആകെ കൺഫ്യൂഷനായിരിക്കുക. എന്തു പറയാനാ? മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓർക്കായിരുന്നു, ദൈവം പേടിപ്പിച്ചിട്ടാണോ ഒരുത്തനെ സമർപ്പിക്കുന്നത്? വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് ആരാ തിരിച്ചറിയാൻ ഒക്കുന്നേ? അവനോടുള്ള സ്നേഹം മൂലമാണ് സമർപ്പിക്കുവാൻ അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വചനം റോമർ 12 എന്താ പറയുന്നത്? ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ തന്നെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ. ബൈ റിമൈൻഡിങ് ദ മെർസീസ് ഓഫ് ഗോഡ് വി ആർ എക്സോർട്ടഡ് ടു പ്രസന്റ് അവർസെൽഫ്. ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും നമ്മളെ പേടിപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ടില്ലേ. ഒരു സ്ത്രീ സ്വപ്നം കണ്ട് പറഞ്ഞിട്ട്, ദർശനം കണ്ട് പറഞ്ഞിരിക്കുക, 4 ഇഞ്ചിഞ്ചായി ചതയ്ക്കാൻ പോവുകയാണ്, അല്ലെ സമർപ്പിച്ചോളാൻ. എന്താ ഇതാണ് നടക്കുന്നത്? മനുഷ്യനെ ഭയപ്പെടുത്തി പാവപ്പെട്ട പിള്ളേരെയും സ്ത്രീകളെയും കുടുംബങ്ങളെയും ഒക്കെ കലക്കി. വാസ്തവത്തിൽ ഈ ദർശനവും സ്വപ്നവും കൊണ്ട് കുറെ പേര് ഇറങ്ങിയിരിക്കുകയാണ്. ദൈവം പഴയ കാലത്തും ഇതുണ്ട്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, ഈ പതിരും ഈ ഗോതമ്പും കൂടെ എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമാണ്, നമുക്ക് സമർപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ സ്നേഹവും കൃപകളും ഓർത്താണ് സമർപ്പിക്കേണ്ടത്. ഒരുത്തനെ പേടിപ്പിച്ചിട്ടല്ല. നിന്നെ ഇപ്പൊ ഞാൻ കൊല്ലും സമർപ്പിച്ചോളാൻ പറഞ്ഞല്ല. പുതിയ നിയമത്തിൽ കർത്താവ് സമർപ്പിക്കുന്നത് എങ്ങും അത് പറയുന്നില്ലേ? യെസ്, ഇനിയാവും ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത് ഓർത്തു പോയതാ, പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന. കാരണം അതുപോലെ മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. ഇവിടെ പഴയ നിയമത്തിലും ഉണ്ട് ഇത് തന്നെ. എന്നാൽ നോക്കുക, ഈ ഗോതമ്പ് കൂമ്പാരം വചനത്തിന്റെ കൂമ്പാരമാണ്, ഡിവൈൻ ട്രൂത്ത്, ദൈവിക സത്യങ്ങളുടെ കൂമ്പാരം. അത് താമരപ്പൂ എന്ന് പറഞ്ഞാൽ ലില്ലി പുഷ്പം ചുറ്റിയിരിക്കുകയാണ്. നമ്മൾ നോക്കണം, അത് വിശുദ്ധിയുള്ളതാണെന്നാ. വിശുദ്ധിയുള്ളത് ഉയരത്തിൽ നിറങ്ങി വന്ന മന്ന മല്ലന്മാരുടെ ആഹാരമാണ്. യെസ്, അവളിൽ നിന്ന് നോക്കുക, നമ്മള് ശുദ്ധിയുള്ള മൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങൾ എന്താ ചെയ്യുന്നത്? അവ കാർന്ന് തിന്നകത്ത് സ്റ്റോർ ചെയ്യുക. അവ ധാരാളം അവയുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യുകയാണ് ശുദ്ധിയുള്ള മൃഗങ്ങൾ. അത് സ്റ്റോർ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും? അതിങ്ങനെ കുറേശ്ശെ അയവിറക്കി അതിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കും. ഇന്ന് അവളെക്കുറിച്ച് പറയുന്നു, അവൾ ധാരാളം ഗോതമ്പ്, അതിന്റെ കൂമ്പാരമായ അവളുടെ വയറ് മാറിക്കഴിഞ്ഞു. അത് ലില്ലി പുഷ്പങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി അത് ചൂണ്ടിക്കാണിക്കുന്നു. യെസ്, കർത്താവിന് സ്തോത്രം. നോക്കുക, ആത്മീയമായി അവൾക്ക് വളർച്ച സംഭവിച്ചു. അവളുടെ ബ്രസ്റ്റിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്.
യെസ്, നമ്മൾ നേരത്തെ അത് ചിന്തിച്ചതാണ്. എന്നാൽ ഇവിടെ വേറൊരു കാര്യം എടുത്ത് പറയുന്നു. അവളുടെ ബ്രസ്റ്റ് ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്ക് സമം. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും അത് എടുത്തു പറയുന്നുണ്ട്. 8-ാം വാക്യത്തില് മുന്തിരിക്കൊലിയോട് ഒക്കുന്നു. അത് നമുക്ക് പിന്നീട് എടുത്തു നോക്കാം. ഇവിടെ നമ്മൾ ചിന്തിച്ചു, തിരുവചനത്തിൽ ബ്രസ്റ്റ് എപ്പോഴും വിശ്വാസത്തെയും സ്നേഹത്തെയും കാണിക്കും. 1 തെസ്സലോനിക്കർ 5:8 വചനത്തിൽ വളരെ ക്ലിയറാണ്. ഒരു വിശുദ്ധന്റെ മാർവെന്ന് പറഞ്ഞാൽ അത് സ്നേഹവും വിശ്വാസവുമാണ്. പുട്ടിംഗ് ഓൺ ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. വിശ്വാസവും സ്നേഹവും എന്ന കവചം മാർവിന്റെ 2 ഭാഗമാണ്. ഒന്ന് വിശ്വാസം, ഒന്ന് സ്നേഹം. നമ്മൾ ഇരട്ട പിറന്നു, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഇത് 2 ഒന്നിച്ചു വരികയാണ്. വിശ്വാസം നമ്മളിൽ ഉളവാക്കി, സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് ആത്മാമൂലം പകർന്നു. ഈ സ്നേഹവും വിശ്വാസവും ഒരുപോലെ വളരുകയാണ്. നമ്മളിൽ ഇരട്ട പിറന്ന മാൻകുട്ടി പോലെ വളരുകയാണ്. പ്രിയന്റെ മുന്നിൽ അതത്ര സൗന്ദര്യപൂർണ്ണമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പല വാക്യങ്ങൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിന്റെ മാർവിൽ പൊൻകച്ചയുണ്ട്. ഇവിടെ നമ്മൾ ഗലാത്യർ 5:6 വായിക്കുന്നു, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. 1 തിമോഥെയോസ് 1:5 നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അതിന്റെ 14-ാം വാക്യം, നമ്മുടെ കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുവരിക്കുന്നു. ഇവിടെ എല്ലാം സ്നേഹവും വിശ്വാസവും കൂടെ ഒന്നിച്ചാ പറയുന്നത്. ഫിലോമോന്റെ ലേഖനം 4-ാം വാക്യം, കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരുള്ള നിനക്ക് സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടു. ഈ വാക്യങ്ങളിലെല്ലാം സ്നേഹവും വിശ്വാസവും ഒന്നിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവമകനിൽ സ്നേഹവും വിശ്വാസവും ഒന്നിച്ചു വളരണം. നമ്മളത് നേരത്തെ ചിന്തിച്ച ഭാഗങ്ങൾ അധികം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ലേ. വീണ്ടും നമ്മൾ ഓർത്തു അതിന്റെ കഴുത്ത്. 5-ാം വാക്യം, നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയാണ്. ദ നെക്ക് ഈസ് ലൈക്ക് എ ടവർ ഓഫ് ഐവറി. ഇപ്പോൾ 4-ാമത്തെ പ്രാവശ്യമാണ് അവിടെ കഴുത്തിനെ വർണ്ണിക്കുന്നത്. 1:10 വർണ്ണിച്ചു, 4:4 വർണ്ണിച്ചു, 4:7 വർണ്ണിച്ചു. ഇപ്പൊ 7:4 പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ പ്രാവശ്യമാണ്. നേരത്തെയൊക്കെ നമ്മൾ ചിന്തിച്ചു 1:10 നിന്റെ കഴുത്ത് മുത്തുമാല കൊണ്ട് ശോഭിച്ചിരിക്കുന്നു. അത് അനുസരണത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചു. 4:4 നിന്റെ കഴുത്ത് ആയുധശാലിയായി പണിതിരിക്കുന്ന ദാവീദിന്റെ ഗോപുരത്തോടൊക്കുന്നു, അതിൽ ആയുധം പരിച തൂക്കിയിരിക്കുന്നു. അത് വീരന്മാരുടെ പരിചയാണ്. അവളുടെ ആത്മീക പോരാട്ടത്തിന് വേണ്ടിയുള്ള ഒരുക്കം, കൂനിയായിരുന്ന ആ കഴുത്തുകൾ ഉയർന്ന് അതിനുവേണ്ടി ഗോപുരം, ടവർ, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അപ്വേർഡ്നെസ്. മാത്രമല്ല ഗോപുരം ശത്രുവിനെ ദർശിക്കുന്നതാണ് ഗോപുരങ്ങള്. എന്നാൽ ഇപ്പം 4:9 നമ്മൾ വായിച്ചു, ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപകരിച്ച്, അതൊക്കെ പറഞ്ഞു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു കഴുത്ത് ദന്തഗോപുരം പോലെയാണ്. ദ നെക്ക് ഇസ് ലൈക്ക് എ ടവർ ഓഫ് ഐവറി. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ഐവറി എന്ന് പറയുന്നത്, ദന്തമെന്ന് പറയുന്നത് വേദനയിൽ നിന്നുളവാകുന്ന ഒരു വസ്തുവാണ്. There was a pain. ആ പെയിൻ കൊണ്ട് ഇന്ന് നിന്റെ കഴുത്ത് ഐവറി ടവർ പോലെയാണ്. ആ വാക്കം നോക്കിക്കാട്ടെ, ദന്തഗോപുരം പോലെയാണ്. കാരണം എന്നാ? കഴുത്തിന്റെ ഉദ്ദേശം എന്നാ? കഴുത്തിന്റെ ഉദ്ദേശം ശിരസിനെ ഉയർത്തിപ്പിടിക്കുകയാണ്, ഇല്ലേ? കഴുത്തൊടിഞ്ഞു കിടന്നാൽ ശിരസിനെ ഉയർത്താൻ കഴിയില്ല. നമ്മുടെ ശിരസ് ആരാണ്? യേശുക്രിസ്തുവാണ്. യെസ്, നോക്കുക, ആത്മീക വളർച്ചയാണ് ഇവിടെ ഓരോ പടി. ഇന്ന് ദന്തഗോപുരം പോലെ ഒരു പെയിൻഫുൾ ഒരു പാർട്ടിൽ കൂടെ കടന്നുപോയി ഐവറി ലഭിച്ചതുപോലെ അവളുടെ കഴുത്തുനിന്ന് ഐവറി ടവറായി മാറി. ആ ശിരസിനെ അവൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവളുടെ പ്രിയനെ അവൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ആ പ്രിയനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ കഴുത്തിനോട് അവൾ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ കഴുത്തിന്റെ ആത്മീയ സൗന്ദര്യം എടുത്തു പറഞ്ഞു. യെസ്, പിന്നീട് അവിടെ കണ്ണിനെ കുറിച്ച് വീണ്ടും പറഞ്ഞു. 4-ാം വാക്യത്തിൽ ഇപ്പോൾ പറഞ്ഞത് വേറൊരു വിധത്തിലാ. നിന്റെ കണ്ണ് ഹെശ്ബോനിലെ ബാത്റബീം വാതിൽക്കലെ കുളങ്ങളെ പോലെ എന്ന് പറഞ്ഞു. നിന്റെ കണ്ണ് ഹെശ്ബോനിലെ ബാത്റബീം വാതിൽക്കലെ കുളങ്ങളെ. Thine eyes like the fish pool in Heshbon by the gate of Bath-Rabim. ഹെശ്ബോൻ, സംഖ്യാപുസ്തകം 21:26. ഏതാണ് ഹെശ്ബോൻ? ഹെശ്ബോൻ അമോര്യരുടെ രാജാവ് ആയ സീഹോന്റെ നഗരമാണ്. ഹെശ്ബോൻ എന്ന് പറയുന്നത് അമോര്യ രാജാവായ സീഹോന്റെ നഗരമാണ്. സംഖ്യാപുസ്തകം 21:26 അത് വായിക്കുന്നുണ്ട്. അതിന്റെ 27-ാം വാക്യത്തില് ഹെശ്ബോനിൽ വരുമ്പോൾ ഹെശ്ബോൻ എന്നുള്ള പദം അവിടെ കാണുന്നുണ്ട്. ഹെശ്ബോൻ വീണ്ടും 27 കാണുന്നുണ്ട്. അവിടെ ബാത്ത്-റബീം അതിന്റെ പ്രധാന ഗേറ്റാണ്. ബാത്ത്-റബീം പ്രധാന ഗേറ്റ്. അതിൽ കൂടെ കടക്കുമ്പോൾ ചില കുളങ്ങളുണ്ട്. ആ കുളങ്ങൾക്ക് ഫിഷ് പൂൾസ് എന്നാണ്. മത്സ്യങ്ങൾ വളരുന്ന പൂളുകളാ. നോക്കിയാട്ടെ, കുളങ്ങള്, നദിയല്ല, കുളങ്ങളാണ്. എന്തിനാ ഇപ്പൊ ഇവിടെ ഇത് പറഞ്ഞത്? നിന്റെ കണ്ണ്
ഇന്ന് അമോര്യരുടെ രാജാക്കന്മാരുടെ പട്ടണമായിരുന്ന ഹെസ്ബോനിലെ വാതിൽ കൂടെ കടക്കുമ്പോൾ ബാത്റബീമിന്റെ അടുക്കലുള്ള മീൻകുളങ്ങളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. ഒന്നാമതൊന്ന് ശ്രദ്ധിച്ചാട്ടെ, അവളുടെ കണ്ണ് അവളുടെ കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്. കുളങ്ങളുടെ വെള്ളം നമ്മൾ ദർശിച്ചാൽ ഈ കുളങ്ങളെക്കുറിച്ച് പറയുന്നു, വളരെ ശുദ്ധിയുള്ള വെള്ളം, അചഞ്ചലമായി കിടക്കുന്ന ഒരു കുളം. കുളമെന്ന് പറഞ്ഞാൽ ഒഴുക്കും തിരമാലകളൊന്നും അടിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്. വളരെ പ്രശാന്തമായ ആ കാലാവസ്ഥയുള്ള സന്ദർഭത്തില് എന്താണെന്നറിയാമോ, ആകാശത്തിന്റെ നിറം ഈ കുളത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കുക. നമ്മൾ കുളങ്ങളിൽ ചെന്ന് നോക്കിയാൽ അത് കാണാം. ഇളകാത്ത വെള്ളമുള്ള കുളങ്ങളിൽ ആകാശത്തിന്റെ നിറം അവിടെ കാണുകയാണ്. അവളുടെ കണ്ണിനെ ഇപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. യെസ്, കൂൾ, കാം ആൻഡ് റിഫ്ലക്ട്സ് ഹെവൻലി ഗ്ലോറി. നിന്റെ കണ്ണിപ്പോൾ വളരെ പ്രശാന്തമായി, വളരെ കാമായി സ്വർഗീയ സൗന്ദര്യം പ്രതിഫലിപ്പിക്കുകയാണ്. ആകാശമേഘങ്ങൾ അവിടെ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? എഫേസ്യർ 1:18-19 വായിച്ചേ. എഫേസ്യർ 1:18-19 വാക്യം. ആ കണ്ണുകളുടെ പ്രത്യേകതയാണിത്. സ്വർഗീയമായ പ്രതിഫലനങ്ങൾ ആ കണ്ണിൽ കാണുന്നു. അതുകൊണ്ടാണ് ആ കുളങ്ങളോട് ഇതിനെ ഉപമിച്ചത്. എഫേസ്യർ 1:18-19 എന്താ പറഞ്ഞത്? പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്തിനായിരുന്നു എന്ന് നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, ഹൃദയ ദൃഷ്ടി. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? കണ്ണ്. ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ബീങ് എൻലൈറ്റൻഡ്. ദ ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ബീങ് എൻലൈറ്റൻഡ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. സ്വർഗീയ കാഴ്ചപ്പാടിലേക്ക് കണ്ണുകൾ ഉയരണം. പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു സാധാരണ വിശ്വാസമായിട്ട് ജീവിക്കുവാനല്ല. That the eyes of your understanding might be enlightened. ആ കണ്ണുകൾ സ്വർഗീയ പദ്ധതിയിലേക്ക്, സ്വർഗീയ കാര്യങ്ങളിലേക്ക് ആ കണ്ണുകൾ, ഹൃദയ കണ്ണുകൾ വാസ്തവത്തിൽ തുറക്കപ്പെടണം. അത് തുറക്കുമ്പോഴാണ് അറിയുന്നത്, അയ്യോ, എന്നെ വിളിച്ചിരിക്കുന്ന മഹത്വം, എന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം അതെത്ര വലുതാണ്. ആ ഹൃദയദൃഷ്ടി തുറക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ പ്രിയയുടെ കണ്ണുകൾ നോക്കിയാട്ടെ, സ്വർഗീയ ആ ശോഭ പ്രതിഫലിക്കുകയാണ് ആ കുളത്തിൽ. പ്രശാന്തമായ, അചഞ്ചലമായ, സൂര്യപ്രകാശത്തിന് കടന്നു ചെല്ലുവാൻ യാതൊരു തടസ്സവുമില്ലാത്ത, കൂൾ ആൻഡ് കാം ആൻഡ് റിഫ്ലക്ട്സ് ദ ഹെവൻലി ഗ്ലോറി. ആ കണ്ണുകളെ പ്രിയൻ അതോടുകൂടെ ഉപമിച്ചു. ലോകത്തിന്റെ കണ്ണുകളോ? ലോകത്തിന്റെ കണ്ണുകൾ എങ്ങനെയാണ്? കൺമോഹം, കൺമോഹം, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. ലോകത്തിൽ കണ്ണുകള്, ഈ ലോകത്തിന്റെ മോഹത്താൽ അവരുടെ കണ്ണുകളൊക്കെ അങ്ങനെ ആകർഷിച്ച് കിടക്കുമ്പോൾ നോക്കുക, തന്റെ പ്രിയ, ആത്മീയമായി വളർന്ന പ്രിയയുടെ കണ്ണുകൾ എങ്ങനെയാണ്? അത് ആത്മീയ പ്രകാശനം ലഭിച്ചു, സ്വർഗീയ ദർശനം കണ്ടു. ലോകത്തിന്റെ മനുഷ്യൻ, ലോകമോഹം, ലസ്റ്റ് ഓഫ് ദ ഐസ്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, കൺമോഹം. യെസ്, അതിനുവേണ്ടി അവരുടെ കണ്ണുകൾ പോയിരിക്കുകയാണ്. ഒരു ദൈവപൈതലിന്റെ കണ്ണ് ഇവിടെ നോക്കുക, അവൾ ആത്മീയമായിട്ട് ഈ വിധത്തിൽ വളർന്നതുകൊണ്ടാണ് അവളുടെ കണ്ണിലുള്ള സൗന്ദര്യം പ്രിയൻ ഈ വിധത്തിൽ ഉപമിച്ചു പറഞ്ഞത്. എത്രയോ കാര്യങ്ങൾ ഇതുള്ള ബന്ധത്തിൽ പഠിക്കാൻ കഴിയും. ശത്രു എത്രയോ പേരുടെ കണ്ണുകൾ കുരുടാക്കി, അവർക്ക് കാണുവാൻ കഴിയില്ല. അത് കുരുടാക്കിയെന്ന, ബ്ലൈൻഡ് ഫോൾഡഡ് എന്നല്ല, ബ്ലൈൻഡഡ് എന്ന, കണ്ണ് കാണാൻ വയ്യാത്ത പോലാക്കി. പരിശുദ്ധാത്മാവ് ആ കണ്ണിനെ വാസ്തവത്തിൽ പ്രശോഭിതമാക്കി. ഈ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട സഭ ലവോദിക്ക സഭയോട് പ്രിയൻ പറഞ്ഞു, നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ പറഞ്ഞു. ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിനാൽ ഹൃദയ കണ്ണുകൾ പ്രശോഭിതമായി മാറുകയാണ്. വീണ്ടും നമ്മൾ അവിടെ മൂക്കിനെ കുറിച്ച് വായിക്കുന്നു. സൗന്ദര്യത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. യെസ്, നിന്റെ മൂക്ക് ദമ്മശേക്കിന് നേരെയുള്ള ലെബനോണിലെ ഗോപുരം പോലെ ഇരിക്കുന്നു. Thy nose is like the tower of Lebanon, which looketh towards Damascus. ദമസ്കോസിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മൂക്കെന്ന. നോക്കി, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനു മുമ്പും ഇവളുടെ അംഗപ്രത്യംഗം വർണ്ണിച്ചിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭത്തിൽ മാത്രമേ അവളുടെ മൂക്കിനെ വർണ്ണിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് അവളുടെ മൂക്ക് വർണ്ണിച്ചിട്ടില്ലേ. മൂക്ക് എന്തിനുള്ളതാ? മണക്കുവാനുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ സ്മെല്ലിംഗ്. യെസ്, സെൻസസ് ഓഫ് സ്മെൽ ഹാസ് ഡെവലപ്ഡ്. എന്ന് പറഞ്ഞാൽ മണമൊക്കെ മണത്ത് മനസ്സിലാക്കാനായിട്ട് അവൾ വളരെ അതിന് പ്രാപ്തിയായി കഴിഞ്ഞ് ഡിസൈൻ ചെയ്യുവാൻ. ടീ ടേസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വൈൻ ടേസ്റ്റ് ചെയ്യുന്നവര്, ടീൻ ടേസ്റ്റ്, അവർക്ക് വലിയ ശമ്പളമാണ്, വലിയ ശമ്പളമുള്ള ജോലിയായി ടീ ടേസ്റ്റ് ചെയ്യുന്നവരും വൈൻ ടേസ്റ്റ് ചെയ്യുന്നവരൊക്കെ.
അവർക്ക് ആ വൈനൊക്കെ എടുത്ത് ഇങ്ങനെ മണത്താൽ തന്നെ, ആ ടീ ഒക്കെ എടുത്ത് മണത്താൽ തന്നെ അതിന്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ള പറയാൻ സാധിക്കും. അവരുടെ സെൻസസ് അതുള്ള ബന്ധത്തിൽ അത്ര ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നോക്കുക, ആത്മീയമായി ഇങ്ങനെയൊരു അവസ്ഥയുണ്ട്. നോക്കുക, ഇത് ആത്മീയ വളർച്ച സംഭവിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളിത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇന്ന് ആത്മീയ ഗോളത്തില് ഒരു കാര്യം കാണുന്നു. ഈ രക്ഷിക്കപ്പെട്ടു വരുന്ന, ആത്മാർത്ഥമായി രക്ഷിക്കപ്പെട്ടു വരുന്നവരാ ഒത്തിരി പേര് ഒരുപാട് കൂട്ടങ്ങളിലേക്ക് അങ്ങ് ഓടുക. ഈ അത്ഭുതവും രോഗശാന്തിയും അതും ഇതും കണ്ട ആളുകൾ അങ്ങ് ഓടുക. അതിന് കാരണം എന്നാണെന്നറിയാമോ? ഒരു കാരണമല്ല, അതിന്റെ പ്രധാന കാരണം എന്നാണെന്നറിയാമോ? അവര് ദൈവഭവനത്തെ ജനിച്ചവരാ, എന്നാൽ അവർ ആത്മീയ വളർച്ച സംഭവിച്ചിട്ടില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അവർക്ക് ഡിസൈൻ ചെയ്യാൻ പ്രാപ്തിയില്ലേ? ഒരു വാക്യം വേണേ വായിച്ചു, എബ്രായർ 5:14. എബ്രായർ 5:14. There need a matured spiritual life to discern things. അടിയറയിട്ട് സൂക്ഷിച്ചോ വാക്യം. ഇത് തന്നെയാണ് ഇതിന്റെ കാരണം. ഈ രക്ഷിക്കപ്പെടുന്നവരൊക്കെ ഓടി പലയിടത്തും പോവുകയാണ്. അതിന്റെ ഒരു കാരണം, ഈ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ള പ്രായം തികഞ്ഞവർക്കേ സാധിക്കുകയുള്ളൂ. ആ വാക്യം തന്നെ മച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. ആ വാക്യം നോക്കിയാട്ടെ, മച്യൂരിറ്റിയാണ് കാണിക്കുന്നത്. നന്മതിന്മകളെ തിരിച്ചറിയാൻ, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് റോങ് എങ്ങനെ തിരിച്ചറിയണം? തഴക്കം വേണം, അഭ്യാസം വേണം, ഇന്ദ്രിയങ്ങൾക്ക് അതിനുള്ള വ്യായാമം ലഭിച്ചിരിക്കണം. പ്രായത്താൽ ആ തികവ് പറ്റി അങ്ങനെ വളർന്നു വന്നവരാണ്. ഇപ്പോൾ മാത്രമാണ് അവളുടെ മൂക്കിനെ കുറിച്ച് വർണ്ണിക്കുന്നത്, മൂക്കിന്റെ സൗന്ദര്യം. ഇതിനു മുമ്പ് അവളുടെ മൂക്കിന്റെ സൗന്ദര്യം പറഞ്ഞില്ലേ? കാരണം നേരത്തെ അവൾക്ക് ഡിസൈൻമെന്റ് ഇല്ലേ. ഇപ്പോൾ അവൾക്ക് ഡിസൈൻമെന്റിനുള്ള പവർ ഉണ്ടായി. നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കി, ഓർഡർ. ഒരു മണം മണത്താൽ അറിയാം അപകടമുണ്ടോ. ഒരു ഗന്ധം കൊണ്ട് അവൾക്കറിയാം അപകടമുണ്ടോ. ഇത് പ്രിയന്റെ ഗന്ധമാണോ, ഇത് നല്ല ഗന്ധമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ വേണേ ഒന്ന് വായിച്ചോ, ലേവ്യർ 21:17 തൊട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്ക് ആ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും ശുശ്രൂഷിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. അഹരോന്റെ കുടുംബത്തിലുള്ളവനാണ്, പൗരോഹിത്യ കുടുംബത്തിലുള്ളവനാണ്, അവൻ ഭക്ഷിച്ചോട്ടെ, ആത്മീയ ഭക്ഷണം ഭക്ഷിച്ചോട്ടെ, പക്ഷെങ്കിൽ ശുശ്രൂഷയ്ക്ക് അവൻ വരരുത്. അവിടെ എടുത്തു പറഞ്ഞു പതിന്മൂക്കൻ, മൂക്ക് പതുങ്ങിയിരിക്കുന്നവൻ. എന്തിനാ അതങ്ങനെ പറഞ്ഞിരിക്കുന്നേ? പതിന്മൂക്കൻ ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അവൻ കടന്നു വരരുത് എന്ന് പറഞ്ഞാൽ, വീണ്ടും എടുത്തു വായിക്കുന്നു, അവന് കാര്യങ്ങളെ മണത്ത് വിവേചിപ്പാനുള്ള ഡിസൈനിങ് അവനില്ലേ, പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയില്ല. അവൻ ദൈവിക ശുശ്രൂഷയിൽ അവൻ കടന്നു വരരുത്. അവന് ദൈവിക ഭക്ഷണം ഭക്ഷിക്കാം, അവൻ അപകടം വരുമ്പോൾ അത് മണക്കുവാൻ മനസ്സിലാക്കുവാൻ അവന് പ്രാപ്തിയില്ല. അവളുടെ മൂക്ക് അതിന്റെ സൗന്ദര്യം എടുത്തു പറഞ്ഞത് മാത്രമല്ലേ, അത് ലെബനോന്റെ ഗോപുരം പോലെ ഇരിക്കുന്നത്. അത് എങ്ങോട്ടിരിക്കുക? ദമ്മശ്കൊക്കിന്റെ നേരെയാണ്, ഡമാസ്കസ്. നമുക്കറിയാം, ഇസ്രായേൽ എപ്പോഴും ശത്രുക്കളെ നേരിട്ടത് ആ ഭാഗത്ത് നിന്നാണ്. സിറിയയുടെ തലസ്ഥാനമാണ് ദമസ്കസ്. അവിടെ നിന്ന് ശത്രു എപ്പോഴും കടന്നു വരുന്ന ഒരിടമാണ് ദമ്മശ്ക്. അവരുടെ മൂക്ക് അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്, ശത്രുവിനെ തിരിച്ചറിയുവാൻ. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിലല്ലേ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു പറയുന്നുണ്ടല്ലോ, ഞാൻ പോയ ശേഷം സഭയെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ വരും, നിങ്ങൾ അതുകൊണ്ട് ഉണർന്നിരിക്കണം, സഭയെ സൂക്ഷിക്കണം. വാസ്തവത്തിൽ അത് ഡിസൈൻ ചെയ്യുവാനുള്ള കഴിവ് വേണമെന്നാ. They should be watchful. They should be able to discern what is right and what is wrong. ഏതും ദൈവസഭയ്ക്ക് എടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല. യെസ്, അതുകൊണ്ട് തന്നെയാണ് സഭയെ ഭരിക്കേണ്ടത് ആരാണെന്ന് പറയുന്നത്? മൂപ്പന്മാർ. എന്തുകൊണ്ട്? They are more matured, spiritually matured. അവർക്ക് കാര്യങ്ങളെ വകതിരിപ്പാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് അവരെ ആ വിധത്തിൽ പറഞ്ഞിരിക്കുന്നുള്ള പ്രത്യേകാല് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ആ കാര്യം എടുത്ത് കാണുന്നു. പിന്നീട് അവളുടെ ശിരസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 6-ാം വാക്യം നോക്കിയാണ്, നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെ ഇരിക്കുന്നു, രാജാവ് നിന്റെ കുന്തടങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. യെസ്, ആ വാക്യം നോക്കട്ടെ. Thine head upon thee is like carmel, and the hair of thine head like purple. The king is held in the galleries or tresses. രാജാവിനെ കുന്തളങ്ങൾ ബദ്ധനാക്കി, അവളുടെ തലമുടി കൊണ്ട് രാജാവിനെ ബദ്ധനാക്കി കളഞ്ഞു. എന്താ ഈ പറയുന്നത്?
അവളുടെ തലമുടിയെക്കുറിച്ച് നേരത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു നോക്കിയേ, കർമ്മേൽ പർവ്വതത്തിലെ നമ്മൾ വായിക്കുന്നു, അവളുടെ ശിരസ് കർമ്മേൽ പർവ്വതം പോലെയാണ്. ശിരസാണ് കർമ്മേൽ പർവ്വതം. കർമ്മേൽ പർവ്വതം കാരം എൽ എന്നുള്ള പദത്തിൽ നിന്നാണ് കർമ്മേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ വിനിയാർഡ് ഓഫ് ഗോഡ് എന്നാണ് കാരം എൽ എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. ദ വിനിയാർഡ് ഓഫ് ഗോഡ്, അതിന്റെ അർത്ഥം, ശരിയായിട്ടുള്ള അർത്ഥം എ ഫ്രൂട്ട്ഫുൾ ഫീൽഡ്, ഫലകരമായ തോട്ടം. യെസ്. ഇനി ഈ മൗണ്ട് കർമ്മേൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇസ്രയേലിൽ. ഈ മൗണ്ട് കർമ്മേൽ അത് ഫ്രൂട്ട്ഫുൾ വിനിയാർഡാണ്. ഫ്രൂട്ട്ഫുൾ വിനിയാർഡ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇസ്രയേലിന്റെ പടിഞ്ഞാറ് ഭാഗം, വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. ഈ കർമ്മേൽ പർവ്വതം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിലോട്ട് ഇങ്ങനെ തെള്ളി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ജോഗ്രഫിക്കലി അത് പഠിച്ചു നോക്കിയാൽ മെഡിറ്ററേനിയനിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് മാത്രമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി കടലത്തിലാണ് ഈ കർമ്മേൽ പർവ്വതം നിൽക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുക, സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി കടന്ന് സമുദ്രത്തിലോട് ഉന്തി നിൽക്കുന്നു. ഫലകരമായ, ഏറ്റവും ഫലകരമായ ഒരു ഭാഗമാണ് ഈ കർമ്മേല്. അവളുടെ ശിരസ് അതിനോട് ഉപമിച്ചു എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ഒരിക്കൽ അവളുടെ ശിരസ് കുനിഞ്ഞിരുന്നതാണ്. ഈ മണ്ണും കല്ലും മാത്രം കണ്ടുകൊണ്ട് കുനിഞ്ഞിരുന്നതാണ്. ലോകത്തിന്റെ ചിന്തകളിൽ മാത്രം ഊന്നി നിന്നതാണ്. അവളുടെ ശിരസിനെ പ്രിയൻ ഉയർത്തി. ആ കുനിയായ സ്ത്രീയുടെ ശിരസിനെ ഉയർത്തിയതുപോലെ ഉയർത്തിയെന്ന് മാത്രമല്ല, അവളെ അവൻ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ കൃപ അവളെ വാസ്തവത്തിൽ ഉയർത്തുന്ന മാത്രമല്ല, ഇന്നവള് അവളുടെ ശിരസ് സമുദ്രത്തിലേക്ക് ഉന്തി നിൽക്കുന്ന, അനേകർക്ക് വഴികാട്ടിയായി തീരുന്ന, സമുദ്രത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാകുന്ന ഒരടയാളം പോലെ സമുദ്രത്തിലോട്ട് 1600 അടി ഉന്തി നിൽക്കുന്ന ആ പർവ്വതം ഒരു പ്രത്യേക ലാൻഡ്മാർക്കായി മാറി. അവളുടെ ശിരസ് അതുപോലായി മാറി എന്ന് പറഞ്ഞാൽ, പ്രിയന്റെ സ്നേഹം മൂലം അവളിൽ വരുത്തിയ രൂപാന്തരം, അവളുടെ ഡിഗ്നിറ്റി, വിസ്റ്റം ഒക്കെ ആ ശിരസിനോടുള്ള ബന്ധത്തിൽ നിന്ന് കാണാം. ഉയർന്നു കഴിഞ്ഞു. സമുദ്രത്തിൽ വഴിയറിയാതെ നടക്കുന്നവർക്ക് കർമ്മേല് കണ്ടാൽ, ആ പർവ്വതം കണ്ടാൽ പലസ്തീൻ അടുത്തു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ജെറുസലേമിന്റെ ആ സാമീപ്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവളുടെ ശിരസിന്റെ പ്രത്യേകത. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, എന്താ പറഞ്ഞത്? അവളുടെ തലമുടി പർപ്പിൾ കളറായി, രക്താംബരമായി. തലമുടിക്ക് അങ്ങനെ നിറം വരുന്നേ? ഇന്ന് പലരും ഡൈ ചെയ്തൊക്കെ അങ്ങനെ ആക്കുന്നുണ്ടല്ലേ? എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. ഈ തലമുടി രക്താംബര നിറമായി. മറിയ ഒരിക്കൽ അവളുടെ ശിരസ് തലമുടി കൊണ്ടാണ് അവന്റെ പാദം തുടച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാല് കർത്താവിന്റെ ക്രൂശീകരണ സമയം അവനെ ഇടിച്ച വസ്ത്രം ഏതാണ്? രക്താംബരമാണ്. രാജാവാണെന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചതാണ് രക്താംബര നിറം. രാജാവെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കാണ്. രാജകീയ നിറമാണ്. ഈ രാജകീയ നിറം ഇന്ന് അവളുടെ തലമുടിക്കായി. നോക്കിയേ, നമ്മളെ വാസ്തവത്തിൽ കർത്താവ് ആക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? രാജകീയ പുരോഹിത വർഗമാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചു, രാജകീയ അല്ലെങ്കിൽ ആ പ്രിൻസിലി സ്പിരിറ്റുള്ളവളായി അവൾ മാറി. ആ ശിരസിൽ നിന്ന് വളർന്ന തലമുടി രാജകീയ അധികാരം ഉപയോഗിക്കാനിടയാക്കി തീർത്തു. ഈ തലമുടി കൊണ്ട് പ്രിയനെ അവൾ മുറുകെ പിടിച്ചു, ഹെൽഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൾ രാജകീയ സ്പിരിറ്റുള്ളവളായി മാറി. അവളുടെ തലമുടി അവളുടെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. ആ സമർപ്പണം മൂലം അവൾക്കൊരു രാജകീയ പദവി ലഭിച്ചു. യെസ്, അതെന്താണെന്ന് ചിന്തിക്കാം. ഇതുവരെ അവൾക്കില്ലാതിരുന്ന ഒരു രാജകീയ പദവി. എന്താ അതങ്ങനെ പറയാൻ കാരണം? യോഹന്നാൻ 15:7 നോക്കിക്കാട്ടെ. യോഹന്നാൻ 15:7 രാജകീയ പദവിയുടെ ഒരു ദർശനമാണ്. രാജകീയ പദവിയുള്ളവർക്ക് രാജകീയ അധികാരമുണ്ട്. യോഹന്നാൻ 15:7 നോക്കിക്കാട്ടെ. രാജകീയ പദവി അതാ, ഇച്ഛിക്കുന്നത് പറഞ്ഞ ഉടൻ കിട്ടുക. ഇവിടെ കർത്താവിന്റെ വചനം നോക്കിക്കാട്ടെ. ഇവൾ അവളുടെ തലമുടി ആ രാജകീയ നിറമായി എന്ന് പറയുമ്പോൾ അവളുടെ സമർപ്പണത്താൽ രാജകീയ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉന്നത നിലവാരത്തിലേക്ക് അവൾ ഉയർന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തപേക്ഷിച്ചാലും ഞാൻ തരും. അവനോട് കമാൻഡ് ചെയ്യുവാൻ, ചോദിക്കുവാൻ തക്കവണ്ണം അവൾക്ക് അത്ര രൂപാന്തരം സംഭവിച്ചു. യെസ്, രാജകീയ പദവിയിലേക്ക് അവൾ ഉയർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. She held him by such spiritual affection as to fulfill completely her desire. അവളുടെ ഇച്ഛ നിവർത്തിച്ചു കൊടുക്കുവാൻ അവളുടെ ആത്മിക സമർപ്പണവും സ്നേഹവും മൂലം പ്രിയനെ പിടിച്ചിരിക്കുകയാണ്. യെസ്, അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. ആ വിധത്തിൽ സമർപ്പണത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ഇതാണ്
നമ്മള് മത്തായിയുടെ സുവിശേഷം 18:18 വാക്യത്തിൽ വായിക്കുമ്പോഴും സഭയ്ക്ക് വേണ്ടി പറയുന്നത് ഇതാണ്: 2-3 പേർ എന്റെ നാമത്തിൽ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. സിംഫാണിയോ, ദ ഡീപ് ഹാർമണി ഓഫ് ദ സ്പിരിറ്റ്. സിംഫണി എന്നുള്ള വാക്കാണ് ദ ഡീപ് ഹാർമണി ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ ആഴമേറിയ ഐക്യം. ആ ഐക്യത്തിൽ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞാൽ രാജാവിനെ ബദ്ധനാക്കുകയാണ്. സ്നേഹത്താൽ, സമർപ്പണത്താൽ രാജകീയ പ്രൗഢിയിൽ ഉയർത്തപ്പെട്ട അവൾ രാജാവിനെ ബദ്ധനാക്കുകയാണ്. ബന്ധിയാക്കുക അല്ലെങ്കിൽ ബദ്ധനാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ചോദിക്കുന്നത് കൊടുക്കുവാനായിട്ട് ഇടയാക്കി തീർക്കുകയാണ്. യെസ്, ഭാര്യമാർക്കറിയാം ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുമ്പോൾ സാധാരണ അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കുമില്ലേ? പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ കഴിയും ആ സ്നേഹം കൊണ്ട്. ആ ആശയമാണ് ഇവിടെ. അവളുടെ കുന്തളങ്ങളാൽ നമ്മളിവിടെ വായിക്കുന്നു. ഇത്ര മനോഹരമായ വാക്യമാണ്: രാജാവിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. ഹി ഈസ് ഹെൽഡ് ബൈ ദ ഗാലറീസ് ഓഫ് ട്രസസ്. അതിന്റെ നിറം രാജകീയ പ്രൗഢിയുള്ളതായി മാറി. എന്തൊരു ആത്മീയ വളർച്ചയാണ് അവൾക്ക് സംഭവിച്ചത്! അവളുടെ മൂക്ക്, അവളുടെ കണ്ണ്, അവളുടെ കഴുത്ത്, അവളുടെ ശിരസ്, അവളുടെ ഉദരം, അതൊക്കെ ആത്മീയമായി എല്ലാം പോഷണങ്ങൾ നിറഞ്ഞതായി മാറുകയാണ്. 7-ാം വാക്യത്തിൽ വന്നപ്പോൾ ഹൗ ഫെയർ ആൻഡ് ഹൗ പ്ലസന്റ് ആർ ദൗ ഓ ലവ് ഫോർ ഡിലൈറ്റ്. അതിന്റെ ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇങ്ങനെ വരും: പ്രമോദങ്ങൾക്ക് അല്ലയോ സ്നേഹമേ നീ എത്ര സുന്ദരിയും എത്ര സന്തോഷം അരുളുന്നവളുമാണ്. മലയാളത്തിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് അതിന്റെ ഭാഷാന്തരം ഇംഗ്ലീഷിൽ. ഹൗ ഫെയർ ആൻഡ് ഹൗ പ്ലസന്റ് ആർ ദൗ ഓ ലവ് ഫോർ ഡിലൈറ്റ്സ്. പ്രമോദങ്ങൾക്ക് അല്ലയോ സ്നേഹമേ നീ എത്ര സുന്ദരിയും എത്ര സന്തോഷം അരുളുന്നവളാണ് എന്ന് പറഞ്ഞാൽ ആ പ്രിയന്റെ സ്നേഹം അവൾക്ക് പിടിച്ചു പറ്റുവാൻ, അവന്റെ പ്രയത്നഫലം അവളിൽ കണ്ടിട്ട് നോക്കുക. അവൾക്ക് വേണ്ടി അവൻ മരിച്ചു, അവളെ വീണ്ടെടുത്തു, അവളുടെ ജീവിതം അവൻ രൂപാന്തരപ്പെടുത്തി. കരവിരുതുള്ള ഒരു കൗശലക്കാരന്റെ കൈകൾ കൊണ്ട് അവളെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. അവൻ അവളിൽ പ്രവർത്തിച്ചു. യെസ്, നമ്മൾ എഫേസ്യർ 5 വായിക്കുന്ന പോലെ അവളെ രൂപാന്തരപ്പെടുത്തി. കറയും കളങ്കവുമില്ലാത്തവളായി അവന്റെ ജ്ഞാനത്താൽ അവളെ രൂപാന്തരപ്പെടുത്തി. സ്നേഹത്താൽ, കൃപയാൽ അവളെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. അവൻ പറയുകയാണ്, നീ പ്രമോദങ്ങൾക്ക് എത്ര സന്തോഷം അരുളുന്നവളാണ്. അല്ലയോ സ്നേഹമേ നീ എത്ര സുന്ദരിയാണ്, എത്ര സന്തോഷം അരുളുന്നവളാണ്. കർത്താവിന് ആ സ്നേഹത്തിൽ സഫന്യ 3:17 നമ്മൾ ചിന്തിച്ചു. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി വിൽ റിജോയ്സ് ഓവർ ദീ വിത്ത് ജോയ്, ഹി വിൽ റെസ്റ്റ് ഇൻ ഹിസ് ലവ്. അവന്റെ സ്നേഹത്തിൽ അവൻ വിശ്രമിക്കുന്നു. എത്ര വലിയ സ്നേഹം! പ്രിയ എത്രയോ വളർന്നു കഴിഞ്ഞു. നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് എത്രയോ ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായ സമർപ്പണം അവൻ നമ്മളിൽ നിന്ന് കൊതിക്കുകയാണ്. 8-ാം വാക്യത്തിലെ മലയാളത്തില് നിന്റെ ശരീരാകൃതി പനയോട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ദൈ സ്റ്റാച്ചർ എന്നാണ്. സ്റ്റാച്ചർ, ദൈ സ്റ്റാച്ചർ ഈസ് ലൈക്ക് ദ പാം ട്രീ. നിന്റെ സ്റ്റാച്ചർ ഈസ് ലൈക്ക് ദ പാം ട്രീ. സ്റ്റാച്ചർ എന്ന വാക്കിന്റെ അർത്ഥം ഹൈറ്റ് ഓഫ് എ പേഴ്സൺ ഓർ എ തിങ്, ഒരു വ്യക്തിയുടെ ഉയർച്ച എന്നാണ്. കളരം അവരുടെ ആത്മീക വളർച്ചയെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് ഇതേ വാക്ക് വേറെ ഒരിടത്ത് കാണുന്നു. എഫേസ്യർ 4:13 നോക്കിയാട്ടെ, 12-13 വായിക്കാം. ആ സെയിം വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എഫേസ്യർ 4:12-13 വാക്യം അവിടെ വായിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് എന്നുള്ളത് എങ്ങനെയാ ഇംഗ്ലീഷില്? ദ മെഷർ ഓഫ് ദ സ്റ്റാച്ചർ ഓഫ് ക്രൈസ്റ്റ്. ദ മെഷർ ഓഫ് ദ സ്റ്റാച്ചർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ആ ആളത്വത്തിന്റെ വലിപ്പോളം എത്തണം. വളർച്ച, ഉയർച്ച. ശിശുവായിട്ടിരിക്കാനല്ല, വളർന്ന് 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 ആ കർത്താവിനെ പോലെ വളരുവാൻ. ദ മെഷർ ഓഫ് ദ സ്റ്റാച്ചർ ഓഫ് ക്രൈസ്റ്റ്. സെയിം വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ദൈ സ്റ്റാച്ചർ ഈസ് ലൈക്ക് എ പാം ട്രീ. ഇന്ന് നിന്റെ ആ വളർച്ച ഒരു പനയോടൊത്തു. എന്തിനാ പനയോട് അതിനെ ഉപമിച്ചത്? സങ്കീർത്തനം 92:12 വായിച്ചേ. നീതിമാനെ എങ്ങനെയാ ഉപമിച്ചിരിക്കുന്നത് നോക്കിയാട്ടെ. യെസ്, സങ്കീർത്തനങ്ങൾ 92:12. ഈ പന കർത്താവിനെയാണ് വാസ്തവത്തിൽ കാണിക്കുന്നത്. നീതിമാൻ പന പോലെ തളിക്കും, പന പോലെ തളിക്കും. അപ്പൊ ഈ പന വാസ്തവത്തിൽ കർത്താവാണ്. ഈ സ്റ്റാച്ചർ എന്ന് പറയുന്നത് കർത്താവിനെ കാണിക്കുന്നു. ശലോമോൻ ദേവാലയം പണിതപ്പോൾ ദേവാലയത്തിൽ അവിടെ അലങ്കരിക്കുവാൻ ഈ പനയുടെ രൂപമൊക്കെ കൊത്തിയിട്ടുണ്ടായിരുന്നു. വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഈ പന അല്ലെങ്കിൽ പാം ട്രീ ചൂടുള്ള സ്ഥലത്ത്, മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്ത് ഈ വളരുന്ന പന അത് നെടുന്തൂട് പോലെ വളർന്ന് ഉയരത്തിലേക്ക് പോകുന്ന ഒരു മരമാണ്.
ഇത് വിശുദ്ധന്മാരോട് ഉപമിച്ച്, യേശുക്രിസ്തുവിന്റെ മഹത്വത്തോട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കാറ്റുമൊക്കെയുള്ള വളരെ പ്രതികൂലമുള്ള വളരെ ചൂടുള്ള സ്ഥലത്ത് ഇത് വളരുന്നതിന്റെ കാരണം എന്താണെന്നുള്ളത് ദൈവദാസന്മാർ പറഞ്ഞ് ശ്രദ്ധിച്ചു. ഇതിന് ഒരു ഡീപ്പ് ടാപ്പ് റൂട്ട് ഉണ്ടെന്നാ പറയുന്നത്. ഈ പനയ്ക്ക് ഒരു ഡീപ്പ് ടാപ്പ് റൂട്ട് ഉണ്ട്. ഒരു ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് വന്ന പേരാണ്. അത് വളരെ ഡീപ്പാണ്, വളരെ ഡീപ്പ്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സാധാരണ പനയുടെ 3 ഇരട്ടി കാണുമെന്നാ പറയുന്നത് അതിന്റെ ടാപ്പ് റൂട്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു പനയുടെ വലുപ്പം എത്ര? അതിന്റെ 3 ഇരട്ടി കാണും ഇതിന്റെ ആ ഒരു ടാപ്പ് റൂട്ട് എന്നാ പറയുന്നത്. 3 ഇരട്ടി. ഇത് പറയുമ്പോൾ ഈ പ്രതികൂലമായ ഈ ചൂടുള്ള ഭൂമിയിലെ, നമുക്കറിയാം ചൂടുകൊണ്ട് ഈ മരുഭൂമിയുടെ ഉപരിതലം മുഴുവൻ വെള്ളം വറ്റിപ്പോയി കിടക്കുക. ബാംഗ്ലൂരിലൊക്കെ ഇപ്പം 3 വർഷമായി മഴ പെയ്തിട്ട്, ബാംഗ്ലൂർ ഞാൻ അടുത്ത സമയത്ത് സൂക്ഷിക്കാൻ ചെന്നപ്പോൾ വെള്ളത്തിന് ദൗർലഭ്യമുണ്ട്. 3 വർഷമായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബോർവെല്ലിന്റെയൊക്കെ വെള്ളം താണുകൊണ്ടിരിക്കുക. മഴ പെയ്യാതിരുന്നപ്പോൾ തന്നെ ആ സുഖവാസ കേന്ദ്രമായ ബാംഗ്ലൂരില് ഈ വെള്ളം താണെങ്കിൽ നമ്മളൊന്ന് ഓർത്തെ, മരുഭൂമിയുടെ അവസ്ഥ എത്രയാണ്? എത്രയോ വർഷങ്ങളായി അതിഭയങ്കരമായ ചൂടാണ്. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വറ്റി 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 താഴോട്ട് ഈ സസ്യങ്ങളെ നിലനിർത്തുന്ന ഒന്നുമില്ല. പക്ഷെ ഈ പന എങ്ങനെ വളർന്നേ? നമ്മളിപ്പോൾ ഓർത്തു, ഇതിന്റെ 3 ഇരട്ടി നീളത്തിൽ അതിന്റെ ടാപ്പ് റൂട്ട് പോന്ന് താഴോട്ടങ്ങ് പോകുക. അത് ജലാശയമുള്ള തലത്തിലേക്ക് അതിന്റെ ആ ടാപ്പ് റൂട്ട് അങ്ങ് ചെല്ലുകയെ. ആരും അത് കാണുന്നില്ലേ? അങ്ങനെയാണ് ആ പന മരുഭൂമിയിൽ നെടുന്തൂണായി വളർന്നത് മുകളിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെ വെള്ളമില്ലാതെ അത് ചത്തുപോകില്ലേ? അത് നിൽക്കില്ലേ? എത്ര വലിയ അർത്ഥമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തില്ലേ നമ്മളെക്കുറിച്ച് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ നിന്നല്ലേ വായിച്ചത്? ക്രിസ്തുവിൽ വേരൂന്നിയും, റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ആഴത്തിലേക്ക് പ്രതികൂലങ്ങൾ ഏറുംതോറും എന്ത് ചെയ്യണം? വേരുകൾ താഴോട്ട് പോകണം. ഡീപ്പ് റൂട്ട്, ടാപ്പ് റൂട്ട്, താഴോട്ട് പോകണം. അത് ആഴത്തിൽ പോയി ജീവൻ പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കണം. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, നമ്മൾ ക്രിസ്തുവിൽ വേരൂന്നണം. ഡീപ്പ് റൂട്ടഡ് ആണ്. കൊടുങ്കാറ്റിലെ മറിഞ്ഞു പോകുന്നില്ലേ? പ്രതികൂലങ്ങളിൽ അത് താഴെ വീഴുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചില്ലേ, ടാപ്പ് റൂട്ട് ഇല്ലാതെ, ഞാൻ ഗൾഫിലൊക്കെ പറഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഡ്രിപ്പിംഗ് സിസ്റ്റം കൊണ്ട് വളർന്നു വന്ന മരങ്ങള് സാധാരണ ഒരു കൊടുങ്കാറ്റൊക്കെ അടിച്ചാൽ ഇതൊക്കെ മറിഞ്ഞു പോകും. കാരണം എന്നാ? അതിന്റെ വേരുകൾ താഴോട്ട് പോകില്ല. മുകളിലുള്ള ആ ഡ്രിപ്പിംഗ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുകയാണ്. താഴോട്ട് പോകുന്നില്ലേ? പ്രതികൂലങ്ങൾ ഏറുംതോറും വാസ്തവത്തിൽ വിശുദ്ധന്മാരെങ്ങനെയാണെന്നറിയാവോ? അവർ ഡീപ്പ് റൂട്ടഡ് ആകും. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തോറും, പ്രയാസങ്ങൾ ഉണ്ടാകും തോറും, നമ്മൾ പ്രതികൂലങ്ങളെ അനുഭവിക്കും തോറും ദൈവമക്കൾ എങ്ങനെയാവും? വി ഗോ ഡീപ്പ് ആൻഡ് ഡീപ്പ് ആൻഡ് ഡീപ്പ്. നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകും. പിന്നെ സാധാരണ കാറ്റൊന്നും അടിച്ചാലൊന്നും ഈ വൃക്ഷം ചലിക്കില്ല. കാരണം കർത്താവിൽ അത്ര വേരൂന്നിക്കഴിഞ്ഞു. ഇത് ഫലം കൊടുക്കുന്ന വൃക്ഷമാണ്. ഈ പാം ട്രീയെ കുറിച്ചൊന്ന് ഓർത്തേ, ഇത് ഫലം കൊടുക്കുന്ന വൃക്ഷമാണ്. ഈ മരുഭൂമിയിൽ ഈ കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ പാം ട്രീ എന്ത് കൊടുക്കുന്നു? ഫ്രൂട്ട് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അത് മിക്ക സമയവും അതിനകത്ത് ഫ്രൂട്ട് കാണുമെന്നാണ്. വീണ്ടും ഇത് വിശുദ്ധന്മാരോട് കർത്താവിനോട് ഉപമിച്ചിരിക്കുന്നതിന്റെ കാരണം ഇത് അപ്രൈറ്റ് ആണ്. നേരെ പോകുന്ന, വളഞ്ഞും തിരിഞ്ഞൊന്നും പോകുന്നില്ല, നേരെ പോകുന്നു. വിശുദ്ധന്മാർ ലോകത്തിൽ ജീവിക്കുന്ന എങ്ങനെയാണ്? ദേ ആർ സ്ട്രേറ്റ്, ദേ ആർ ഫുഡ് ബ്രെയറിംഗ്. പിന്നെ ഈ വൃക്ഷത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതിനകത്ത് ഫീമെയിൽ ട്രീ ആണ് കുറച്ചുകൂടെ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഫീമെയിൽ ട്രീ കായ്ക്കണമെങ്കിൽ മെയിൽ വൃക്ഷത്തിന്റെ അടുത്ത് നിന്നല്ലേ ഇത് കായ്ക്കുകയുള്ളൂ. അപ്പോൾ മെയിൽ ആയിട്ടുള്ള വൃക്ഷം ഉണ്ടായിരിക്കണം. അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഫീമെയിൽ ട്രീക്ക് ഒരുപാട് കായ ഉണ്ടാകുന്നത്. അതിന്റെ ഷെയ്ഡിലാണ് ഇത് ഫലം കായ്ക്കുന്നത്. നമുക്കറിയാം, പ്രിയന്റെ തണലിലാണ് നമുക്കും അതുണ്ടാകുന്നത്. ഇതിന്റെ ഇലയെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത കൊണ്ട് ഇതിന്റെ ഇല എപ്പോഴും ക്ലീൻ ആയിരിക്കുമെന്ന. അറിഞ്ഞുകൂടാ, എന്താ സിസ്റ്റമാണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഇലകൾ നമ്മൾ കാണുന്ന ഈ പൊടിപടലങ്ങളുള്ള പ്രതലമാണ് മരുഭൂമി. മരുഭൂമിയിലെ പൊടികൾ അടിച്ചാൽ ഇതിന്റെ ഇല നോക്കിയാൽ പച്ചിച്ചിരിക്കുന്ന കാണാം. സാധാരണ ചിലപ്പോൾ നമ്മൾ റോഡൊക്കെ പോകുമ്പോൾ ഈ പൊടിയുള്ള റോഡ് സൈഡുള്ള ഇലയൊക്കെ നോക്കിയാൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുക. ആ പൊടിയെ ക്ലീൻ ചെയ്യാനുള്ള കഴിവ് ആ വൃക്ഷത്തിനില്ല. എന്നാൽ ഈ പാം ട്രീക്ക് ഉണ്ടെന്നാ. അതിന്റെ ലീഫിനൊരു പ്രത്യേക കഴിവുണ്ട്. ചെളികളൊന്നും അതിൽ പറ്റില്ല, അതെപ്പോഴും ഗ്രീൻ ആയിരിക്കും. വിശുദ്ധന്മാരുടെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുക. ദേ ആർ സെപ്പറേറ്റഡ് ഫ്രം വേൾഡ്ലി പീപ്പിൾ. ലോകമനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായി, വേർപെട്ടവരായി, അവർ വിശുദ്ധരായി അവരവിടെ നിൽക്കുന്ന ചിത്രമാണ് പറയുന്നത്. അതോട് ചേർന്ന് എടുത്തു പറഞ്ഞു, ദൈ ബ്രസ്റ്റ് ആർ ക്ലസ്റ്റർ ഓഫ് ഗ്രേപ്സ്. അവളുടെ മാർവിനെ കുറിച്ച് പറഞ്ഞു, അത് മുന്തിരിക്കുലയാണെന്ന് പറഞ്ഞു. എന്തിനാണ്? കുട്ടികളെ, നമ്മൾ 1:8 വായിച്ചല്ലോ. 1:8 നിന്റെ കുഞ്ഞാടുകളെ
ഫീഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. പത്രോസിനോടും കർത്താവ് പറഞ്ഞു. 3 പ്രാവശ്യം പറയുന്നുണ്ട്. യോഹന്നാൻ 21:15, 16, 17. 15 ആദ്യം പറയുന്നത് ഫീഡ് മൈ ലാംസ്, ഫീഡ് മൈ ലാംസ്. 16 ഷെപ്പേർഡ് ദ ഷീപ്പ്. 17 ഫീഡ് മൈ ഷീപ്പ്. എന്റെ ആടിനെ പാലിക്കണം, ആടിനെ തീറ്റി കൊടുക്കണമെന്ന് അവസാനം പറഞ്ഞു. പക്ഷെ ആദ്യം പറഞ്ഞത് ഫീഡ് മൈ ലാംബ്, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഇവളോടും പറഞ്ഞു അതല്ലേ 1:8 ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ ചെന്ന് കുഞ്ഞാടുകളെ മേയ്ക്ക. നോക്ക, കുഞ്ഞാടിനെ മേയ്ക്കണമെങ്കിൽ നമുക്കറിയാം പാല് കൊടുത്താണ് വളർത്തുന്നത്, പാല് കൊടുത്താണ് വളർത്തുന്നത്. എന്നാൽ ഇവിടെ മാറുവിൽ ഇന്ന് മുന്തിരിക്കുലയുടെ നീരാണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത് എന്താണ് ഈ മുന്തിരിക്കുല ഒരു പ്രത്യേക പഠനം നമുക്ക് തരുന്നു. എന്താണെന്നറിയാമോ? ഈ മുന്തിരിക്കുലയുടെ ചിത്രം എന്തിനെ കാണിക്കുന്നത് ചോദിച്ചാൽ പ്രത്യാശയെ കാണിക്കുന്ന. സംഖ്യാപുസ്തകം 13:23. സംഖ്യാപുസ്തകം 13:23. ഒരു മുന്തിരിക്കുല എസ്തോൾ താഴ്വരയിൽ നിന്ന് മുറിച്ചുകൊണ്ടുവന്ന് 2 പേര് ചുമന്നുകൊണ്ട് വരികയാ. എങ്ങോട്ട് വരികയാ? അവർക്ക് വാക്ക് പറഞ്ഞ, വാഗ്ദത്തം ചെയ്ത ദേശത്തിൽ നിന്ന് ചിലർ സാമ്പിൾ കൊണ്ടുവരികയാണ്. സം സാമ്പിൾ ഫ്രം ദാറ്റ് പ്രോമിസ്ഡ് ലാൻഡ്. ഒറ്റുകാരെ കടന്നു ചെന്ന് അവർക്ക് വാക്ക് പറഞ്ഞ ദേശം ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ആ മുന്തിരിക്കൊല കൊണ്ട് കാണിക്കുകയാണ്. ഇതെന്താ ഇത് കാണിക്കുന്നത്? പ്രത്യാശയാണ്. നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യാശ നമ്മളിൽ ഉണർത്തുകയാണ്. അവളുടെ മാനുവിലെ ഈ മുന്തിരിക്കുലയോട് ഉപയോഗിച്ചിരിക്കുന്ന കാരണം അവളുടെ ഹൃദയം മുഴുവൻ എന്തുകൊണ്ടാണ്? മുന്തിരി ചാറുകൊണ്ട് നിറഞ്ഞെന്ന് മാത്രമല്ല, അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഈ സന്തോഷം പകർന്നു കൊടുക്കുവാൻ അവൾക്ക് കഴിയുന്നു. ആ കുഞ്ഞിനെ സന്തോഷം കൊടുത്ത് വളർത്തുവാൻ കഴിയുന്നു. യെസ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണെന്ന് നോക്കിയാട്ടെ. നമ്മളെ എന്തിനാണ് കർത്താവ് വീണ്ടും ജനിപ്പിച്ചത്? 1 പത്രോസ് 1:2 തൊട്ടുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചു. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹോപ്പ്, പ്രത്യാശ. നമ്മളിൽ പ്രത്യാശ ഇല്ലെങ്കിൽ നമ്മൾ എന്തോ സംഭവിക്കും? മറ്റുള്ളവരെ പോലെ ആയി മാറും. നമ്മൾ തെസ്സലോനിക്കർ വായിക്കുന്നില്ലേ? 1 തെസ്സലോനിക്കർ 4:13 മരണത്തിന്റെ ദുഃഖമൊക്കെ നമ്മളിൽ കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിപ്പാൻ. അപ്പോൾ മറ്റുള്ളവരും നമ്മളിൽ തമ്മിലുള്ള വ്യത്യാസം എന്നാ? യെസ്, പ്രത്യാശ. മറ്റുള്ളവർക്ക് പ്രത്യാശയില്ല, നമുക്കും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖം വരരുത്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നതിന്റെ ഏക കാരണം നമുക്ക് എന്തുണ്ട്? പ്രത്യാശയുണ്ട്. പ്രത്യാശ. പ്രയാസങ്ങൾ വരട്ടെ, മരണം കടന്നു വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, വി ഹാവ് എ ഹോപ്പ്. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിച്ചു 1 പത്രോസ് 1:2 തൊട്ടുള്ള വാക്യത്തിലെ നമ്മളെ തന്റെ കരുണാധിക്യപ്രകാരം നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? വീണ്ടും ജനിപ്പിച്ചത് ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ്. ലിവിംഗ് ഹോപ്പ്, ലിവിംഗ് ഹോപ്പ്. ഈ പ്രത്യാശ അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. റോമർ 5:3 എന്തിനാണ് കർത്താവ് കഷ്ടത ചിലപ്പോൾ വിശുദ്ധന്മാർക്ക് തരുന്നത്? കഷ്ടത തരുന്നത് നമ്മൾ വായിക്കുന്നു റോമർ 5:3 കഷ്ടത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസസ് ഹോപ്പ്. കഷ്ടത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ദൈവജനത്തിന് കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? നമ്മളിൽ പ്രത്യാശയാണ് അൾട്ടിമേറ്റ്ലി ഉണ്ടാകുന്നത്. പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെയൊക്കെ കർത്താവ് വളരെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടും. 1 പത്രോസ് 4:2 വാക്യം, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവർ ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കണമെന്ന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ആ വാക്യം ഇതിനോട് ചേർത്ത് ചിന്തിച്ചോളുക. ജഡത്തിൽ കഷ്ടം അനുഭവിക്കുന്നവർ പാപത്തിന്റെ മോഹങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു. നോക്കുക, ഇതൊരു പ്യൂരിഫൈങ് ഹോപ്പാണ്. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെട്ടെ. പ്രാർത്ഥിക്കുക.